സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു കീർത്തനം പാടി നമുക്ക് തുടങ്ങാം. ഓടക്കുഴലോതി വരും കണ്ണാ, നീ ഓടി വന്നൻ മടിയിൽ ഒന്നിരിക്കുമോ? 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 ഓമനത്തമുള്ള നിന്റെ പൂവുടൽ ഞാൻ ഒന്നു വാരി പുണരട്ടെ കണ്ണാ. ഓമനത്തമുള്ള നിന്റെ പൂവുടൽ ഞാൻ ഒന്നു വാരി പുണരട്ടെ കണ്ണാ. ഒരായിരം ഉമ്മതരാം കണ്ണാ, ഒരായിരം ഉമ്മതരാം കണ്ണാ. ഓടക്കുഴലോതി വരും കണ്ണാ, നീ ഓടി വന്നൻ മടിയിൽ ഒന്നിരിക്കുമോ? ഓടക്കുഴൽ കണ്ണാ, നീ ഓടി വന്നൻ മടിയിൽ ഒന്നിരിക്കുമോ? പീതാംബരം ചുറ്റി പൊന്നരഞ്ഞാണം ചാർത്തി, പീതാംബരം ചുറ്റി പൊന്നരഞ്ഞാണം ചാർത്തി, പീലിപ്പൂ തിരുമുടിയിൽ ചൂടിവാ കണ്ണാ. പീലിപ്പൂ തിരുമുടിയിൽ ചൂടിവാ കണ്ണാ. പാൽക്കുടം നിറച്ചു തരാം പഴവും പഞ്ചാര തരാം, പാൽക്കുടം നിറച്ചു തരാം പഴവും പഞ്ചാര. കാൽ ചിലമ്പു കിലുകിലുക്കി ഓടിവാ കണ്ണാ, കാൽ ചിലമ്പു കിലുകിലുക്കി ഓടിവാ കണ്ണാ. വെണ്ണയുണ്ണുവാനുണ്ണി നീ ഓടിവാ, വെണ്ണയുണ്ണുവാനുണ്ണി നീ ഓടിവാ. ഓടക്കുഴലോതി വരും കണ്ണാ, നീ ഓടി വന്നൻ മടിയിൽ ഒന്നിരിക്കുമോ? ഓടക്കുഴലോതി വരും കണ്ണാ, നീ ഓടി വന്നൻ മടിയിൽ ഒന്നിരിക്കുമോ? ഓമനത്തമുള്ള നിന്റെ പൂവുടൽ ഞാൻ ഒന്നു വാരി പുണരട്ടെ കണ്ണാ. ഓമനത്തമുള്ള നിന്റെ പൂവുടൽ ഞാൻ ഒന്നു വാരി പുണരട്ടെ കണ്ണാ. ഓരായിരം ഉമ്മതരാം കണ്ണാ, ഓരായിരം ഉമ്മതരാം കണ്ണാ. ഗോപികമാരറിയാതെ ഗോക്കളൊന്നുമറിയാതെ, ഗോപികമാരറിയാതെ ഗോക്കളൊന്നും ഗോരോചന കുറിയണിഞ്ഞ് നീ വരൂ കണ്ണാ. ഗോരോചന കുറിയണിഞ്ഞ് നീ വരൂ കണ്ണാ. അക്രൂരൻ കാണാതെ അമ്പാടിയുമറിയാതെ, അക്രൂരൻ കാണാതെ അമ്പാടിയുമറി. ആലില കണ്ണനുണ്ണി അരികിൽ വരൂ, ആലില കണ്ണനുണ്ണി അരികിൽ വരൂ. എൻ്റെ മടിയിൽ ഇത്തിരി നേരം ഒന്നിരുന്നു,
എൻ്റെ മടിയിലിത്തിരി നേരം ഒന്നിരുന്നു ഓടക്കുഴലൂരി വരും കണ്ണാ നീ ഓടി വന്നൻ മടിയിൽ ഒന്നിരിക്കുമോ ഓടക്കുഴലൂരി വരും കണ്ണാ നീ ഓടി വന്നൻ മടിയിൽ ഒന്നിരിക്കുമോ ഓമനത്ത മുള്ളനിൻ്റെ പൂവുടൽ ഞാൻ ഒന്നു വാരി പുണരട്ടെ കണ്ണാ ഓമനത്ത മുള്ളനിൻ്റെ പൂവുടൽ ഞാൻ ഒന്നു വാരി പുണരട്ടെ കണ്ണാ ഓരായിരം ഉമ്മ തരാം കണ്ണാ ഓരായിരം ഉമ്മ തരാം കണ്ണാ 10,000 ഉമ്മ തരാം കണ്ണാ 10,000 ഉമ്മ തരാം കണ്ണാ രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോപാല രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോ രാധേ 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 ഗോപാല രാധേ 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 ഗോപാല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. പ്രഹ്ലാദൻ 9 വിധമായ ഭക്തിയെ ഉപദേശിച്ചു. ശ്രവണം കീർത്തനം വിഷ്ണോഃ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇങ്ങനെ 9 വിധമായ ഭക്തിയെ ഉപദേശിച്ചു പ്രഹ്ലാദൻ. ഈ 9 ഭക്തിക്ക് 9 മഹാത്മാക്കളെ ഉദാഹരണമായിട്ട് മഹാത്മാക്കൾ പറയാറുണ്ട്. ശ്രീവിഷ്ണോ ശ്രവണേ പരീക്ഷിതഭവത് വൈയാസകി കീർത്തനേ പ്രഹ്ലാദസ്മരണേ തദംഘ്രിഭജനേ ലക്ഷ്മീ പൃഥുഃപൂജനേ അക്രൂരത്വഭിവന്ദനേ കപിപതിർദാസ്യേ ച സഖ്യേർജുനഃ സർവസ്വാത്മനിവേദനേ ബലിരഭൂത് ഏതാൻ ഭജേ വൈഷ്ണവാൻ. ശ്രീവിഷ്ണു ശ്രവണേ, ഭഗവാന്റെ കഥ കേൾപ്പതിൽ പ്രധാനമായ ആളാണ് പരീക്ഷിത്ത്. പരീക്ഷിതഭവത്, പരീക്ഷിത്തെ പോലെ വേണം കേൾക്കാൻ. 4-ാം ദിവസം വൈകുന്നേരം ആയിട്ടും അദ്ദേഹം ചായ കുടിക്കാൻ ഇടയ്ക്ക് പോയിട്ടില്ലേ? നമ്മളൊക്കെ രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എത്ര പ്രാവശ്യം പോയി വരുന്നുണ്ട്. മൂത്രം ഒഴിക്കണം, വെള്ളം കുടിക്കണം. ഉള്ളിൽ അകത്തേക്ക് ആക്കുമ്പോഴാണ് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. തമിഴ്നാട്ടിലൊരു വലിയ ക്ഷേത്രമുണ്ട്, തിരുവിടൈ മരുതൂർ സ്ഥലത്തിൽ വലിയ ക്ഷേത്രം. ആ പുറത്തിൽ നിന്ന് ഒരു സ്ത്രീ അവിടെ വന്നു. ഈ വലിയ ക്ഷേത്രമാണ്, ഉള്ളിലേക്ക് പോയി വരണമെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞു, ഇത്ര വലിയ ക്ഷേത്രം കെട്ടിയ രാജാവും ഇടയിൽ ഒരു ചെറിയ ബാത്റൂമും ഉണ്ടായ സൗകര്യമായിരുന്നു, ഇത്ര പുറത്ത് ഓടി വരേണ്ടി വരണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ കൃത്യസമയത്തിൽ അവൾ കഴിക്കും, അപ്പോൾ കൃത്യസമയത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഭക്ഷണശാലയുടെ തൊട്ടടുത്ത് വേണം മൂത്രപ്പുറമൊക്കെ. എന്താ കാരണം? എപ്പോഴും ഇങ്ങനെ അടിച്ചിരിക്കുന്ന നമുക്ക് ഇടയ്ക്ക് പുറത്ത് പോകേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെ പരീക്ഷിച്ച് കഴിച്ചിട്ടുമില്ല, പുറത്ത് പോയിട്ടുമില്ല. പരീക്ഷിതഭവത്, നമ്മൾ ഇടയ്ക്ക് സമയം നോക്കാറുണ്ട്. പരീക്ഷിത്ത് പാമ്പ് വരുമ്പോൾ അറിഞ്ഞിട്ടും സമയം നോക്കിയിട്ടില്ല, പാമ്പ് വരുന്നുണ്ടോ നോക്കിയിട്ടില്ല. അങ്ങനെ പരീക്ഷിത്ത പോലെ ശ്രവണം ചെയ്യാറാവണം. പക്ഷേ നമുക്ക് ശ്രവണത്തിൽ ഇരിക്കുമ്പോഴാണ്, അതും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഉറക്കം വരുന്ന സമയമാണ്.
നല്ല പറ്റിയ സമയമാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്താ, മനസ്സിലാവാത്ത രീതിയാൽ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും. ശ്രീ വിഷ്ണു ശ്രവണേ പരീക്ഷിത ഭവത്. പിന്നെ കീർത്തന, രണ്ടാമത്തെ ഭക്തിയാണ് കീർത്തനം. കീർത്തന ഭക്തിക്ക് നല്ല ഉദാഹരണമാണ് ശുകാചാര്യൻ. വയ്യാസകി കീർത്തനേ. ശുകാചാര്യനും മുമ്പിൽ ആൾക്കാർ ഇരുന്നാൽ കഥ പറയണം, ഇല്ലെങ്കിൽ കഥ പറയാതെ പോകുന്ന ആളില്ല. ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം എപ്പോഴും ഭാഗവതം പഠിച്ചു നടക്കുന്ന മഹാത്മാവാണ്. പ്രേംണാ പഠൻ ഭാഗവതം ശണൈ. കാട്ടിൽ മരങ്ങൾക്കും പക്ഷി മൃഗാദികൾക്ക് കഥ പറഞ്ഞു നടക്കുന്ന മഹാത്മാവാണ്. അപ്പൊ കീർത്തന ഭക്തിക്ക് നല്ല ഉദാഹരണം ശുകാചാര്യൻ. പിന്നെ സ്മരണഭക്തി. സ്മരണഭക്തിക്ക് ഉദാഹരണമാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദ സ്മരണേ. പിന്നെ പാദസേവനം. ആ പാദസേവനത്തിന് നല്ല ഉദാഹരണമാണ് തദംഗ്രി ഭജനേ ലക്ഷ്മി. മഹാലക്ഷ്മി. മഹാലക്ഷ്മിക്ക് ഭഗവാൻ സ്ഥാനം ആദ്യം ഹൃദയത്തിൽ കൊടുത്തു. വക്ഷോണിവാസമകരോത് പരമം വിഭൂതേഹി. ഇവിടെ ഇരുന്നോളൂ. തുളസി ദേവിക്ക് ചരണത്തിൽ സ്ഥാനം കൊടുത്തു. ഭാഗവതന്മാർക്ക് ഭഗവാന്റെ കാല് പിടിക്കുന്നത് കണ്ടപ്പോൾ മഹാലക്ഷ്മി തുളസി ദേവിയോട് പറഞ്ഞു, ഞാൻ പാദത്തിലേക്ക് പോയിക്കോളാം, നീ ഇവിടെ വന്നോളൂ മാളയായി. അങ്ങനെ തുളസി ദേവി മാളയായി ഭഗവാന്റെ ഹൃദയത്തിൽ വന്നു. ഹൃദയത്തിലിരുന്ന മഹാലക്ഷ്മി പാദത്തിലേക്ക് പോയി. അവിടെ പോയ ശേഷം മഹാലക്ഷ്മി അവിടെ തന്നെ സ്ഥിരമായിട്ടിരുന്നു. അങ്ങനെ തദംഗ്രി ഭജനേ ലക്ഷ്മീ. അന്ന് തുടങ്ങിയതാണ് ഭാര്യമാർക്ക് ഭർത്താക്കൾക്ക് പാദസേവ ചെയ്യാൻ. അന്ന് ആദ്യം മഹാലക്ഷ്മി തുടങ്ങി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ മാറിപ്പോയി. ഇവരൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അത് കൃഷ്ണന്റെ സമ്പ്രദായം. പക്ഷേ എന്നാലും തദംഗ്രി ഭജനേ ലക്ഷ്മീ. ഭഗവാന്റെ പാദസേവയ്ക്ക് മഹാലക്ഷ്മിയാണ് ഉദാഹരണം. പൃഥു പൂജനേ. പിന്നെ ഭഗവാന്റെ അർച്ചനഭക്തി. അർച്ചനഭക്തിക്ക് ഉദാഹരണം പൃഥുചക്രവർത്തി. പൃഥുചക്രവർത്തി പ്രത്യേകമായി ഭഗവാനെ പൂജിച്ചിട്ടില്ല, പക്ഷേ സ്വന്തം കർമ്മം അനുഷ്ഠിച്ചു. അവരുടെ സ്വന്തം കർമ്മം അനുഷ്ഠിച്ചാൽ മതി, അത് തന്നെ ഭഗവാനക്ക് വലിയ പൂജയായി. പൃഥു പൂജനേ. ഇല്ലെങ്കിൽ പൃഥുചക്രവർത്തി ഭഗവാനെ പൂജിച്ചിട്ടില്ല, പക്ഷേ ഭാഗവതന്മാരെ പൂജിച്ചു. അമ്മയും കുട്ടിയും വന്നാൽ കുട്ടിക്ക് ഒരു മിഠായി കൊടുത്താൽ മതി, അമ്മയ്ക്ക് സന്തോഷമായിക്കോളും. അതേപോലെ ഭാഗവതന്മാരെ പൂജിച്ചാൽ ഭഗവാനക്ക് സന്തോഷമുണ്ടാവും. പൃഥു ഭാഗവതന്മാരെ പൂജിച്ചു. പൃഥു പൂജനേ. പിന്നെ നമസ്കാര ഭക്തി. വന്ദനഭക്തിക്ക് ഉദാഹരണം അക്രൂരൻ. അക്രൂരസ്ത്വഭിവന്ദനേ. എല്ലാവരും ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കാറുണ്ട്. അദ്ദേഹം ഭഗവാന്റെ കാൽപ്പാട് കണ്ടപ്പോൾ തന്നെ അവിടെ വീണ് നമസ്കരിച്ചു. നമസ്യ ആഭ്യാഞ്ജയ സഖീൻ വനൗകസഹ. വൃന്ദാവനത്തിലേക്ക് പോകുന്ന അക്രൂരൻ അവിടെ ഇരിക്കുന്ന ഓരോ മരം നോക്കി അവിടെ വീണ് നമസ്കരിച്ചു. ഈ മരത്തിന്റെ ചോട്ടിൽ ചിലപ്പോൾ ഭഗവാൻ ഓടകൾ ഊതിട്ടുണ്ടാവാം. വൃന്ദാവനത്തിലുള്ള ഓരോ മൃഗങ്ങളെയും നമസ്കരിച്ചു അദ്ദേഹം. നമ്മളൊക്കെ പോയാൽ അങ്ങനെ വേണം. അവിടെ കുരങ്ങന്മാർ ചിലപ്പോൾ നിരച്ചുണ്ടാവും. കുരങ്ങന്മാരെ കണ്ടാൽ നമസ്കരിക്കണം. അവർക്ക് എന്താ ഭാഗ്യം, വൃന്ദാവനത്തിൽ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ. മഹാത്മാക്കൾ പറയാറുണ്ട്, പകലിൽ കുരങ്ങന്മാരായിട്ട് ഇരിക്കുന്നതൊക്കെ ഗോപന്മാരാണ്. രാത്രി ആയാൽ അവർക്ക് ഗോപി വേഷം സ്വീകരിച്ച് ഭഗവാനോട് രാസം വയ്ക്കാറുണ്ട്. ഇപ്പോഴും രാസനൃത്തം നടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. വൃന്ദാവനത്തിൽ പോയാൽ നമുക്ക് കാണാം. പൃഥു അക്രൂരസ്ത്വഭിവന്ദനേ. അങ്ങനെ അക്രൂരൻ നമസ്കാര ഭക്തിക്ക് ഉദാഹരണം. അക്രൂരസ്ത്വഭിവന്ദനേ. കപിപതി ദാസ്യേ. ദാസ്യഭക്തിക്ക് ഉദാഹരണം കപിപതി ഹനുമാൻ. ഹനുമാനെപ്പോൾ നല്ല ഉഴപ്പുള്ള ആളില്ല. അത്ര വലിയ കാര്യം ചെയ്തു അദ്ദേഹം. സമുദ്രം കടന്നുപോയി കണയാഴി മോതിരം കൊടുത്തു, ചൂടാമണി തിരിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ രാവൺ പറഞ്ഞു, ഇത്ര വലിയ ഉപകാരം ചെയ്തില്ലേ പറഞ്ഞപ്പോൾ ഹനുമാന്റെ വിനയം നമുക്ക് മനസ്സിലാക്കണം. ഹനുമാൻ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സ്വഭാവമാണ് കാണിച്ചു. കുരങ്ങന്മാരുടെ സ്വഭാവം എന്താ? ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. ഞാൻ എൻ്റെ സ്വഭാവം ഇവിടെ നിന്നും അങ്ങോട്ട് ചാടി ലങ്കയിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നു. ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞത്. ഹനുമാൻ ഭഗവാന്റെ കാല് പിടിച്ചിരിക്കുന്നു. കപിപതിർ ദാസ്യേച സഖ്യേ അർജുന. സഖ്യഭക്തിക്ക് ഉദാഹരണം അർജുനൻ. പിന്നെ അവസാനത്തെ ഭക്തിയാണ് 9ാമത്തെ ഭക്തി. സർവസ്വാത്മനിവേദനേ. ആത്മനിവേദനം. ഈ ആത്മനിവേദന ഭക്തിക്ക് നല്ല പറ്റിയ ഉദാഹരണമാണ് മഹാബലി ചക്രവർത്തി. സർവസ്വാത്മനിവേദനേ ബലിരഭൂത്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം ബലിചക്രവർത്തിയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ പേരിട്ടു ബലി. ഭഗവാന്റെ ബലിയായിട്ട് ഇരുന്നോളൂ. ബലി പറഞ്ഞാൽ ഭഗവാനക്ക് ഇടുന്ന ബലി ഉണ്ടല്ലോ, അങ്ങനെ ബലിയായി ഭഗവാന്റെ ബലിയായി മീരാബായി പാടുന്നുണ്ട്. ഞാൻ നിന്റെ
ബലിയായിട്ട് വർത്തിക്കാം. അങ്ങനെ ബലിചക്രവർത്തി ബലിയായിട്ട് ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ ബലിചക്രവർത്തിയാണ് ഈ 9ാമത്തെ ഭക്തിക്ക് ഉദാഹരണം. ഈ ബലിചക്രവർത്തി കഥയിൽ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ആദ്യം പറയാം. പിന്നെ കഥയിലേക്ക് കടന്നാൽ പിന്നെ കഥയൊക്കെ വിസ്തരിച്ച് 2-3 മണിക്കൂർ പറയേണ്ട വിഷയങ്ങളാണ്. പക്ഷേ കഥയുടെ വിഷയം ആദ്യം, ഇതിൽ എന്താ നമുക്ക് പഠിക്കേണ്ടത്, അതൊക്കെ ആദ്യം മനസ്സിലാക്കാം. പിന്നെ കിട്ടിയ സമയത്തിൽ നമുക്ക് കഥ പറഞ്ഞ് സമർപ്പിക്കാം. ഭഗവാന്റെ 10 അവതാരങ്ങളിൽ ഒരു അവതാരമാണ് ഈ വാമന അവതാരം. ഈ വാമന അവതാരം എടുക്കാൻ എന്താണ് ആ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കണം. അങ്ങനെ പറയുമ്പോൾ ബ്രാഹ്മണന്മാരുടെ സ്വധർമ്മമാണ് ദാനം വാങ്ങുന്നത്. ഇപ്പോഴൊക്കെ ബ്രാഹ്മണന്മാർക്ക് ദാനം വാങ്ങാൻ മടിക്കുന്നുണ്ട്. അവർ ദാനം വാങ്ങാൻ, എനിക്ക് ജോലി ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് ഇരിക്കുന്നു, ഞാൻ അങ്ങനെ ആ സാധാരണ ആളില്ല, ഞാൻ വലിയ പഠിച്ച ആളാണ്, ഞാൻ അഹങ്കരിക്കേണ്ട. ഏത് പഠിച്ചാലും ബ്രാഹ്മണന്മാരുടെ ധർമ്മമാണ് ഭഗവാനെ സേവിക്കണം, അതുപോലെ ദാനം വാങ്ങുന്നതും ഒക്കെ. അപ്പൊ ദാനം വാങ്ങാൻ വേണ്ടി ഒരു അവതാരമാണ് ഈ വാമന അവതാരം. പക്ഷെ ദാനം വാങ്ങാൻ വേണ്ടി വന്ന അവതാരത്തിൽ ഭഗവാൻ പെട്ടെന്ന് വന്നിട്ടില്ല. ഇപ്പൊ മത്സ്യാവതാരം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മത്സ്യരൂപം സ്വീകരിച്ചു. കൂർമാവതാരം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കൂർമ്മത്തിന്റെ രൂപം സ്വീകരിച്ചു. വരാഹ അവതാരം ചെയ്യുമ്പോൾ ഒരു പന്നി പ്രസവിച്ചിട്ട് ഭഗവാൻ വന്നില്ലേ, പെട്ടെന്ന് ഒരു വരാഹ രൂപം സ്വീകരിച്ചു. നരസിംഹാവതാരമോ അങ്ങനെ പെട്ടെന്ന് രൂപം സ്വീകരിച്ചു. അതേപോലെ ദാനം വാങ്ങാൻ വേണ്ടി പെട്ടെന്ന് ഒരു ബ്രാഹ്മണ വേഷം കെട്ടിയിട്ടില്ലേ ഭഗവാൻ. അന്ന് അങ്ങനെ ഭഗവാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാവരും തുടങ്ങും. ദാനം വാങ്ങാൻ വേണ്ടി കടയിൽ ഒരു പൂണൽ വാങ്ങിയിട്ട് ഞാൻ ബ്രാഹ്മണനാണ്, അങ്ങനെ ചെയ്യരുത്. കാരണം ദാനം വാങ്ങണമെങ്കിൽ, ദാനം കൊടുത്ത ആൾക്ക് പുണ്യം ഉണ്ടാവണമെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം. ജനിച്ചാൽ മാത്രം പോരാ, വേദം പഠിക്കണം, അനുഷ്ഠാനം ചെയ്യണം. അതിനുശേഷമേ ദാനം വാങ്ങാനുള്ള അധികാരമുണ്ട്. അതിനുവേണ്ടി ഭഗവാനായാലും ദാനം വാങ്ങാൻ വേണ്ടി അതിനുവേണ്ടി പ്രത്യേക ഒരു അവതാരം ഈ വാമനാവതാരം. പിന്നെ ബലിചക്രവർത്തിയുടെ മഹിമയും നമുക്ക് ഇതിൽ മനസ്സിലാക്കണം. ഒരു ആള് ഒരു ധർമ്മം നിയതമായി വിടാതെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മത്തിന്റെ മുമ്പിൽ ഭഗവാൻ സ്വയം എത്തിക്കോളും. ഹരിശ്ചന്ദ്രൻ സത്യം മാത്രം പറഞ്ഞിരുന്നു. അങ്ങനെ സത്യസന്ധനായി വർത്തിച്ചപ്പോൾ ആ ഹരിശ്ചന്ദ്രൻ മുമ്പിൽ 3 ദേവന്മാരും പ്രത്യക്ഷമായി. അതേപോലെ രഞ്ജിദേവൻ കാരുണ്യഭാവത്തോടും എല്ലാവർക്കും എല്ലാവരുടെ ദുഃഖവും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് തീർത്ഥദാനം ചെയ്തപ്പോൾ അവരുടെ മുമ്പിൽ മൂർത്തിമാരും പ്രത്യക്ഷപ്പെട്ടു. അതേപോലെ ബലിചക്രവർത്തിയുടെ ആ ദാനത്തിന്റെ മഹിമ കണ്ടപ്പോൾ ഭഗവാൻ മുമ്പിൽ ചെറിയ ആളായിട്ട് പറഞ്ഞു. ബലിചക്രവർത്തിയുടെ കയ്യിൽ ഒരു കുട ഉണ്ടാവും. എന്താണ് ആ കുട? ധർമ്മത്തിന്റെ കുട. ധർമ്മമാകുന്ന കുട വച്ചിരിക്കുന്നതിന്റെ മുമ്പിൽ ഭഗവാൻ പോലും ചെറിയ ആളായിട്ട് വന്നോളും. അങ്ങനെ ധർമ്മത്തിന്റെ മഹിമ. ഭഗവാനക്ക് ദാനം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, മഹാലക്ഷ്മി ഭർത്താവാണ്. മഹാലക്ഷ്മിയുടെ ഒരു കടാക്ഷം കിട്ടിയാൽ തന്നെ കുബേരന് പോലും പണം കിട്ടുന്നത്. അങ്ങനെ മഹാലക്ഷ്മി ഭർത്താവായ ഭഗവാൻ പോലും ബലിചക്രത്തിന് മുമ്പിൽ ദാനം വാങ്ങാൻ വേണ്ടി വന്നാൽ അതിന്റെ മഹിമ എന്താ? ദാനം കൊടുക്കുന്നതിന് ഒരു മാഹാത്മ്യം ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ കൂടുതൽ എല്ലാവരും ആഘോഷിക്കുന്നത് ഈ വാമന അവതാരമാണ്. ഇപ്പം ഉത്തരഭാരതത്തിലേക്ക് ഗോകുലാഷ്ടമി, കൃഷ്ണജയന്തി മഹോത്സവം വളരെ വിപുല രീതിയിൽ അവർ ആചരിക്കും. അതേപോലെ തമിഴ്നാട്ടിലൊക്കെ രാമാവതാരം, രാമായണ പാരായണമാണ് അവിടെ പ്രാധാന്യം. കേരളത്തിലാണ് കൂടുതൽ വാമനന്റെ പൂജ. തിരുവോണമാണ്, എല്ലാവരും ഓണമാണ് ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓണം ആഘോഷിക്കാൻ കാരണം ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊന്ന് പിടികിട്ടി. കാരണം കേരളീയരെ പോലെയാണ് വാമന അവതാരം. കേരളീയരും എപ്പോഴും കയ്യിൽ കുട പിടിച്ചിരിക്കും, വാമന ഭഗവാൻ കയ്യിൽ കുട വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലെ ഒരാളല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഒരു ശ്ലോകം തന്നെ പറയാറുണ്ട്, കേരളം വാമനാചാരം. വാമനം പറഞ്ഞാൽ വാമനനെ പോലെ എപ്പോഴും കുട പിടിച്ച് നടക്കുന്നവരാണ് കേരളീയർ. മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും വാമനനെ പോലെ കുട പിടിച്ച് നടക്കുന്നവർ. കേരളം വാമനാചാരം. അതായത് വാമനൻ പറഞ്ഞാൽ സുന്ദരം, നല്ല ആചാരമുള്ള സ്ഥിതി ചെയ്യുന്ന ദേശമാണ് കേരളം. കേരളം വാമനാചാരം. പക്ഷേ ഇപ്പോഴൊക്കെ അത് മാറ്റി പറയാൻ തുടങ്ങി, കേരളം വാനരാചാരം. ഇപ്പോൾ മാറിപ്പോയി. അത് വാമന ആചാരമാണ് കേരളീയരുടെ ആചാരം. ഇതിനു മുമ്പത്തെ ചരിത്രത്തിലാണ് അഷ്ടമസ്കന്ധമാണ് നമ്മൾ ഇപ്പോൾ പ്രധാനം. അഷ്ടമസ്കന്ധത്തിലാണ് മന്വന്തരങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ പാലാഴിമഥനം കേട്ടു ബലിചക്രവർത്തി. ആ പാലാഴിമഥന സമയത്തിൽ മാളി സുമാലി എന്ന 2 അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ ഭഗവാൻ സ്വയം നേരിട്ട് വന്നു.
ആ സമയത്തിൽ മാളി സുമാളി ചക്രം കൊണ്ട് അടിക്കുന്ന സമയത്തിൽ ഒരു കണ്ണുകൊണ്ട് ഒരു നോട്ടം നോക്കി ബലിചക്രവർത്തിയെ. ആ ഭഗവാന്റെ നോട്ടം കിട്ടിയപ്പോൾ ബലിചക്രവർത്തി ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണപ്പോൾ ശുക്രാചാര്യന്റെ അടുത്ത് കൊണ്ടുപോയി. ശുക്രാചാര്യൻ തലോടി നോക്കിയപ്പോൾ മനസ്സിലാക്കി, ഇത് സാധാരണ അടിയില്ലേ, ഭഗവാന്റെ നോട്ടം കൊണ്ട് കിട്ടിയ അടിയാണ്. ഈ സാധാരണ അസ്ത്രശസ്ത്രം കൊണ്ട് എന്തെങ്കിലും അടി കിട്ടിയാൽ അതിനൊരു മരുന്ന് കൊടുക്കാം. ഭഗവാന്റെ നോട്ടം കൊണ്ട് ഇങ്ങനെ മൂർച്ഛിതരായ ഈ ഭക്തനക്ക് സാധാരണ മരുന്ന് കൊടുത്താൽ പോരാ, നാമജപമാണ് വേണം തീരുമാനിച്ചു. ഉടനെ അവിടെ നാമജപം തുടങ്ങി ശുക്രാചാര്യൻ. ഇടയ്ക്കിടയ്ക്ക് ഞാനും നാമാവളി പാടാം, ഉച്ച സമയമല്ലേ, ഉടനെ എല്ലാവരെയും ഉണർത്താൻ വേണ്ടിയാണ്. മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന. ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹന. വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന, മനമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന, വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന. ജയ രാധാ ജീവന രാജീവ ദലലോചന, ജയ രാധാ ജീവന രാജീവ ദലലോചന, മാധവ മധുസൂദന മുരളീധര മോഹന. ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മുരളീധര മോഹന, മുരളീധര മോഹന മുരളീധര മോഹന. ശുക്രാചാര്യൻ നാമം ജപിച്ച് ഒന്ന് തലോടിയപ്പോൾ ബലിചക്രവർത്തി എഴുന്നേറ്റു. ശുക്രാചാര്യനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളൊക്കെ അസുരന്മാരല്ലേ, ഞങ്ങൾ ഭക്തി ചെയ്താൽ ഭഗവാൻ സ്വീകരിക്കുമോ? അപ്പോൾ അവിടെ ശുക്രാചാര്യൻ പറഞ്ഞു, ഭഗവാൻ കുട്ടിയെ പോലെയാണ്, ഭജന്തം ഭജമാനസ്യ. കുട്ടികൾ ആരാണ് എടുത്ത് ലാളിക്കുമോ അവരുടെ അടുത്ത് കുട്ടി പോയിക്കോളും. ഭഗവാൻ ഒരു ചെറിയ കുട്ടിയെ പോലെയാണ്, ആര് പൂജിക്കുമോ അവരുടെ അടുത്ത് ഭഗവാൻ ഓടിയെത്തും. അപ്പോൾ ഭഗവാനെ പൂജിച്ചോളൂ പറഞ്ഞ് അദ്ദേഹം വിശ്വജിത്ത് ഒരു യാഗം ചെയ്യിച്ചു. അങ്ങനെ യാഗം ചെയ്തപ്പോൾ ആ യാഗകുണ്ഡത്തിൽ നിന്നും ദിവ്യമായ രഥവും അതേപോലെ അസ്ത്രശസ്ത്രങ്ങളൊക്കെ കിട്ടി. ശുക്രാചാര്യൻ ഒരു സംഘം കൊടുത്തു. ആചാര്യദത്തം ജലജഞ്ച ആചാര്യദത്ത് അമ്ലാന പുഷ്പാം ജലജഞ്ച ശുക്രഹ. പിതാമഹ പ്രഹ്ലാദൻ ഒരു മാല കൊടുത്തു. മാല കൊടുത്തു പറഞ്ഞാൽ സാധാരണ മാലയില്ലേ, അമ്ലാന പുഷ്പം, വാടാത്ത ഒരു മാല. എത്ര ഫ്രഷ് മാല വാങ്ങി വെച്ചാലും ഒരു ദിവസം വാടിപ്പോകും. ഇപ്പോൾ വാടാത്ത മാല ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ട് ഒരു മാല ഉണ്ടാക്കി ഭഗവാന് കണ്ടാൽ തെച്ചിപ്പൂ തുളസി തോടി പോകും. പിന്നെ തൊട്ട് നോക്കിയാലും മനസ്സിലാവുള്ളൂ ഇതൊന്ന് പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ ആ പ്ലാസ്റ്റിക് കൊണ്ട് മാല ഉണ്ടാക്കിയാലും കുറച്ച് കാലം കഴിയുമ്പോൾ അതും നശ്വരമായി പോകും. ഇപ്പൊ വാടാത്ത മാല എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നവവിധമായ ഭക്തിയാണ്. അങ്ങനെ അഹിംസ പ്രഥമം പുഷ്പം, സത്യപുഷ്പം, ഇങ്ങനെ വാടാത്ത പുഷ്പങ്ങളാണ് ഈ അഹിംസ, സത്യം. ആ ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു പിതാമഹനായ പ്രഹ്ലാദൻ. അങ്ങനെ എല്ലാവരുടെ ആശീർവാദം സ്വീകരിച്ച് ബലിചക്രവർത്തി ദേവലോകത്തിൽ വന്ന് ശംഖനാദം ചെയ്തു. ദേവലോകത്തിൽ വന്ന് ഒരു ശംഖ് വിളിച്ചപ്പോൾ തന്നെ ദേവന്മാർ പേടിച്ചു. നേരെ തൻ്റെ ആചാര്യന്മാരുടെ അടുത്ത് പോയി ബൃഹസ്പതിയോട് ചോദിച്ചു, ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പഞ്ചാംഗം നോക്കി ഒരു മുഹൂർത്തം പറയണം യുദ്ധത്തിന് പോകാൻ വേണ്ടി. അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, പഞ്ചാംഗം നോക്കി മുഹൂർത്തമൊക്കെ പറഞ്ഞു തരാം, പക്ഷേ യുദ്ധത്തിന് വേണ്ടിയില്ല, ഈ നാട് വിട്ട് പുറത്ത് ഓടി രക്ഷപ്പെടാൻ ഉള്ള ഒരു നല്ല മുഹൂർത്തം പറഞ്ഞു തരാം, ഓടി രക്ഷപ്പെട്ടോളൂ. എന്താ കാരണം? ഇപ്പോൾ ബലിചക്രവർത്തി
എത്തിയ അണുകൂലേശ്വര വിപ്രഗുപ്താഹ മഹാത്മാക്കളുടെ ആശീർവാദം മേടിച്ച് വന്നിരിക്കണം. ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച് വന്നിരിക്കണം. നിങ്ങളെല്ലാവരും ഭഗവാൻ കൊടുത്ത അമൃതവും കഴിച്ച് ഭഗവാനെ മറന്നു. ആ ഭഗവാനെ സേവിച്ചിട്ടാണ് ബലിചക്രവർത്തി വന്നിരിക്കുന്നു. ഇവിടെ ഗംഭീര വർണ്ണനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 11 ശ്ലോകങ്ങളിൽ ഗംഭീരമായ സ്വർഗലോക വർണ്ണനം. ഈ വർണ്ണനത്തിന്റെ മുമ്പിൽ വ്യാഖ്യാനത്തിൽ ശ്രീധരസ്വാമികൾ പറയുന്നു, ധിക് താം ഗ്രാമ്യസുഖാം. ഈ ഗ്രാമ്യസുഖത്തിന് ഒരു ധിക്കാരം. ഇത്ര വലിയ ദേവലോകത്തിൽ ഉണ്ടായിട്ടും പെട്ടെന്ന് ഓടി ചാടി രക്ഷപ്പെടാൻ ഓടിപ്പോയേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ദേവലോകം വളരെ തുച്ഛമാണ്. അതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഇത് 15ാം അധ്യായം മുതൽ പിന്നെ 9 അധ്യായത്തിലാണ് ഈ വാമനാവതാര ചരിത്രം, ബലിചക്രവർത്തി ചരിത്രം വർണ്ണിക്കുന്നു. ഇവിടെ ആദ്യത്തിൽ തന്നെ ശ്രീധരസ്വാമികൾ ഒരു മുഖവുറ പോലെ ഒരു ശ്ലോകത്തിൽ ഈ ബലിചക്രവർത്തിയുടെ ചരിത്രത്തിന്റെ സാരം പറഞ്ഞു കേൾപ്പിക്കുന്നു. അത്രേര്യതേ നവാധ്യായ വാമം വാമനചേഷ്ടിതം നിഗ്രഹച്ഛലതോ യത്ര ഭവേ ബലിർഭൂയാൻ അനുഗ്രഹഃ. 9ാമത്തെ ഭക്തി ചെയ്ത ആളാണ്. അതുകൊണ്ടായിരിക്കാം 9 അധ്യായത്തിലാണ് ഈ വാമനാവതാര ചരിത്രം വർണ്ണിക്കുന്നു. നവാധ്യായ വാമം വാമനചേഷ്ടിതം. സുന്ദരമായ വാമനന്റെ ചരിത്രം കാണുന്നവർക്ക് എന്താ തോന്നുന്നു? നിഗ്രഹച്ഛലത, നിഗ്രഹം തോന്നിപ്പോവും. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, ഭഗവാൻ ബലിചക്രവർത്തി തലയിൽ കാല് വെച്ച് ചവിട്ടി പാതാളത്തേക്ക് ചവിട്ടി താത്തി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അങ്ങനെ ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ലേ. പക്ഷേ ഭഗവാൻ ബലിചക്രവർത്തിയുടെ ശിരസിൽ കാല് വച്ചു ഇങ്ങനെ ഒരു ശ്ലോകം പോലും ഇവിടെ ഇല്ലേ. ഭാഗവതത്തിലും ഇല്ലേ, നാരായണത്തിലും ഇല്ലേ. കാല് വച്ചു എന്ന് ഒരു ശ്ലോകം ഇല്ലേ. കാല് വയ്ക്കുന്നതിന് പ്രാർത്ഥിച്ച ശ്ലോകമുണ്ട്. കാല് വച്ചു ഇങ്ങനെ ഒരു ശ്ലോകം ഇല്ലേ. പക്ഷേ ഇതൊക്കെ മാറ്റി മരിച്ച് ഇവിടെ കഥകളെല്ലാവരും പറയുന്നുണ്ടല്ലോ. അതൊക്കെ തെറ്റാണ്. കാണുന്നവർക്ക് നിഗ്രഹം പോലെ തോന്നും. പക്ഷേ ബലേഹേ ഭൂയാൻ അനുഗ്രഹ. ബലിചക്രവർത്തി ചെയ്ത വലിയ അനുഗ്രഹമാണ് ഇവിടെ സുഖാചാര്യൻ നമുക്ക് പറഞ്ഞ് കേൾപ്പിക്കുന്നു. അങ്ങനെ ബലിചക്രവർത്തിക്ക് എളുപ്പമായി സ്വർഗലോകം കിട്ടി. സ്വർഗലോകം കിട്ടിയാലും ആ സ്വർഗലോകം സ്ഥിരമാക്കണമെങ്കിൽ, ഇന്ദ്രന്റെ സ്ഥാനം കിട്ടണമെങ്കിൽ 100 അശ്വമേധയാഗം ചെയ്തവർക്ക് ആ സ്ഥാനം കിട്ടുള്ളൂ. അതിനുവേണ്ടി ഭൂലോകത്തിൽ നർമ്മദാ നദീതീരത്ത് ഭൃഗുകച്ചം എന്ന സ്ഥലത്തിൽ യാഗം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ സ്ഥലമുണ്ട്. ബാംബെയിൽ നിന്നും ബറോഡ പോകുന്ന വഴിയിൽ ഭരുച്ച് അങ്ങനെ ഒരു വലിയ സ്റ്റേഷൻ നമുക്ക് കാണാം. നർമ്മദാ തീരത്തിൻ്റെ തൊട്ടടുത്താണ്. ഭരുച്ച് എന്ന സ്ഥലമാണ് ആദ്യം ഭൃഗുകച്ചമായിരുന്നു. ഇപ്പോൾ ഭരുച്ചിന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭൃഗുകച്ചം എന്ന സ്ഥലത്തിൽ വെച്ചാണ് ബലിചക്രവർത്തി അശ്വമേധയാഗം ചെയ്യുന്നുണ്ട്. ഈ സമയത്തിലാണ് കശ്യപൻ തൻ്റെ ആശ്രമത്തിലെത്തിയപ്പോൾ അതിഥിദേവി വളരെ ദുഃഖിതയായിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ടാണ് ദുഃഖം വരാൻ കാരണം? അപിവ അകുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ പോയോ, അതുകൊണ്ടാണോ ദുഃഖം? പണ്ടൊക്കെ അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് ഒരു അത്ഭുതമായി പോകും. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാതെ പോയാൽ അപ്പോൾ പണ്ടത്തെ കാലത്തവർക്ക് ദുഃഖമായി പോകും. നമ്മുടെ വീട്ടിൽ ഒരാൾ ഭക്ഷണം കഴിക്കാതെ പോയില്ലേ, ഇപ്പോൾ എന്താ ദുഃഖം? ഒരാൾ എക്സ്ട്രാ വന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെ അവർ ദുഃഖിതരാവണം. ഇവിടെ പറയുന്നു, ഗൃഹേഷു യേഷ്വതിഥയ നാർച്ചിതാ സലിലൈരപി യദി നിര്യാന്തി തേ നൂനം ഭേരുരാജഗൃഹോപമാഹ. അവരുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് വെള്ളം പോലും കൊടുക്കാതെ പറഞ്ഞയക്കണോ ആ വീട് ഭേരുരാജഗൃഹോപമാഹ, കുറുക്കൻ താമസിക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. അപ്പോൾ നിനക്ക് എന്തുകൊണ്ടാണ് ദുഃഖം ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടികൾ സുഖമായിട്ട് ജീവിക്കാൻ ഒരു വഴി പറഞ്ഞു തരണേ. അപ്പോൾ കശ്യപൻ ആദ്യം ജ്ഞാനമൊക്കെ ഉപദേശിച്ചു. കൊദേഹോ ഭൗതികോ അനാത്മ, ശരീരത്തിൽ നിന്നും ശരീരം ഉണ്ടാവുന്നു. കുട്ടികൾക്ക് ഒരു കല്യാണം കഴിപ്പിച്ച് അവർക്കൊരു ജോലി വാങ്ങി കൊടുക്കണം. ഇത്രേ നമ്മുടെ കാര്യം. പിന്നെ അവർ ജോലിയിൽ സ്ഥിരമായിട്ട് താമസിക്കില്ല, വേറെ ജോലിക്ക് മാറി പോകുന്നുണ്ട്, അവർ ബിസിനസ് ചെയ്യാൻ പോകുന്നു, അവിടെ ഇവിടെ പോകുന്നു. ഇങ്ങനെ അവരുടെ കാര്യം നോക്കിയിരുന്നാൽ പിന്നെ നമ്മുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതാവും. ഇതൊക്കെ മോഹമാണ്. കസ്യകേ പതിപുത്രാദ്യ മോഹയേവഹി കാരണം. അപ്പോൾ അതിഥിദേവി പറഞ്ഞു, കുട്ടികൾ സുഖമായിട്ട് ജീവിച്ചാൽ മാത്രമേ എനിക്ക് ഒരു സ്വസ്ഥ മനസ്സോട് ഭഗവാനെ സേവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കശ്യപൻ പറഞ്ഞു, നിനക്ക് എല്ലാ സുഖവും ഉണ്ടാവണമെങ്കിലും ഒന്നും വേണ്ടാം തോന്നുന്നവർക്കും ഭഗവാന്റെ ചരണമാണ് ഗതി. ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂതഗുഹാവാസം വാസുദേവം ജഗദ്ഗുരും.
പുരുഷം, ഞാൻ സാധാരണ ഭർത്താവാണ് നിന്റെ ഭർത്താവ്, എല്ലാവർക്കും ശരിയായ ഭർത്താവ് ഭഗവാനാണ്. ആ ഭഗവാനെ സേവിച്ചോളൂ. ഭഗവന്തം, നിന്റെ കുട്ടികൾക്ക് ഏതാണ് നന്മയോ അത് മനസ്സിലാക്കിയ ആളാണ്. ജനാർദ്ദനം, ജനൻ പേരുള്ള അസുരനെ വധിച്ച ആളാണ്, അതുകൊണ്ടാണ് ജനാർദ്ദനൻ. അപ്പൊ ജനന് പേരുള്ള അസുരനെ വധിച്ച ആ ഭഗവാൻ നിന്റെ മക്കളുടെ ശത്രുക്കളായ ബലിചക്രവർത്തി മുതലായ അസുരന്മാരെ വധിച്ചോളും. ജനാർദ്ദനം സർവഭൂതഗുഹാവാസം വാസുദേവം ജഗദ്ഗുരും, ആ ഭഗവാനെ സേവിച്ചോളൂ. അമോഘ ഭഗവത് ഭക്തി, ബാക്കി ദേവന്മാരെ പൂജിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് കുറ്റം വന്നാൽ അതിൻ്റെ ശിക്ഷയൊക്കെ കിട്ടും. ഭഗവാന്റെ പൂജയിൽ അങ്ങനെയില്ലേ, തെറ്റുകുറ്റമായാലും ഭഗവാൻ അത് സഹിച്ച് അനുഗ്രഹം ചെയ്തോളും ഉപദേശിച്ചു. പയോവ്രതം 12 ദിവസം അനുഷ്ഠിക്കുന്ന ഒരു പയോവ്രതം ഉപദേശിച്ചു. ആ പയോവ്രതം അതേപോലെ കൃത്യമായി അതിദേവി അനുഷ്ഠിച്ചു. 12ാമത്തെ ദിവസം ഭഗവാൻ അതിദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ചതുർഭുജ രൂപത്തിൽ. അതിദേവി ഗംഭീര സ്തുതി ചെയ്തു. യജ്ഞേശ യജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ ആപന്നലോകവൃജിനോപശമോദയാദ്യേ ഷന്നകൃധീസ ഭഗവന്നസി ദീനനാഥ. ഓരോരോ ആൾക്കാർ ഓരോരോ വിധത്തിലാണ് ഭഗവാനെ വിളിക്കാറുണ്ട്. ഭക്തന്മാർക്ക് ഭക്തവത്സല എന്ന് വിളിക്കും. അതേപോലെ അസുരന്മാരൊക്കെ ദേവന്മാരൊക്കെ കംസാരെ മുരാരെ നരകാരെ ഇങ്ങനെ അസുരന്മാരെ അടിച്ച കഥയെ പ്രധാനം വെച്ചിട്ടാണ് അവർ വിളിക്കാറുണ്ട്. ഇവിടെ അതിദേവി ഒരു ബ്രാഹ്മണന്റെ പത്നി ആയതുകൊണ്ട് യജ്ഞേശ, യജ്ഞത്തിന്റെ ഈശനെ, യജ്ഞപുരുഷ അച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ ശ്രവണമംഗലനാമധേയ. ഞങ്ങൾക്ക് നന്മ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ജ്ഞാനഞ്ച കേവലം, ജ്ഞാനം തന്നെ കിട്ടും പറഞ്ഞാൽ പിന്നെ ശത്രുക്കളെ അടിക്കാനുള്ള സാധാരണക്കാരൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഒരാളുടെ കയ്യിൽ 1000 രൂപ കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, 100, 500 അതൊക്കെ അതിൽ ഉള്ളിലുണ്ടല്ലോ. അതുപോലെ ജ്ഞാനം കിട്ടും. ഭഗവാനെ സേവിച്ചാൽ ജ്ഞാനം കിട്ടും പറഞ്ഞാൽ, ഭാഗവതം സേവിച്ചാൽ എന്താണ് കിട്ടും ചോദിച്ചാൽ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് കൈവല്യൈക പ്രയോജനം, കൈവല്യം കിട്ടും. ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ ഉള്ളിലാണ് ബാക്കി സന്താന സമൃദ്ധിയോ കല്യാണമോ എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. അപ്പൊ ഭഗവാനെ സേവിച്ചവർക്ക് എല്ലാം കിട്ടല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ രസമായിട്ട് പറയാറുണ്ട്, യജ്ഞേശ യജ്ഞപുരുഷ അച്യുത തീർത്ഥപ. ഇവിടെ അതിനുണ്ട് രമാപതിം യജ്ഞപതിം ജഗത്പതിം. ആദ്യം രമയുടെ ഭർത്താവായ ഭഗവാനെ നമസ്കരിച്ചു. ഇങ്ങനെ നല്ല തിരിച്ചു നോക്കി ഭഗവാന്റെ ആ രൂപം നോക്കി ആസ്വദിച്ചിരിക്കുന്നു. രമാദേവിയുടെ ഭർത്താവ് അതിദേവി ഇങ്ങനെ നോക്കിയിരുന്നു പറഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റായി തോന്നും പഠിക്കുന്നവർക്ക്. വേറെ ഒരാളുടെ ഭർത്താവ് വേറെ സ്ത്രീ ഇങ്ങനെ നോക്കിയിരുന്നാൽ അത് തെറ്റല്ലേ? ഇപ്പൊ രമാപതിയെ നോക്കി പറഞ്ഞപ്പോൾ ശുകാചാര്യർക്ക് ഒരു സങ്കടമായി. രമാപതി വേണ്ട, അത് മാത്രം. യജ്ഞപതിം, ഈ കശ്യപൻ അതിഥിയുടെ ഭർത്താവായ കശ്യപൻ ഏത് ഭഗവാനെ യജ്ഞ ഭഗവാനെ പൂജിക്കുന്നുവോ ആ ഭഗവാൻ ആണ്. ആ ഭഗവാനെ നോക്കി യജ്ഞപതിം, അതും ശരിയായിട്ടില്ല. അപ്പോൾ അവസാനം പറഞ്ഞു ജഗത്പതിം, ജഗത്തിലിരിക്കുന്ന എല്ലാവർക്കും ഭർത്താവാണ് ഭഗവാൻ. ജഗത്തിലിരിക്കുന്ന എല്ലാവരും സ്ത്രീകളാണ്. സ്ത്രീകൾ പറഞ്ഞാൽ അർത്ഥം സത്വരജസ് തമോ ഗുണമുള്ളവരാണ് സ്ത്രീകൾ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, നമ്മളെല്ലാവരും സ്ത്രീകളാണ്. അപ്പൊ എല്ലാവർക്കും ഒരേ ഭർത്താവാണ് ഭഗവാൻ. ആ ഭഗവാൻ ദേവി അതിദേവി നോക്കി ഗംഭീര സ്തുതിയൊക്കെ ചെയ്തപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മേ നീ സങ്കടപ്പെടേണ്ട, എനിക്ക് ഇപ്പോൾ ബലിചക്രവർത്തിയോട് യുദ്ധം ചെയ്യാനാവണില്ല. കാരണം ബലിചക്രവർത്തിയുടെ വശം 3 നല്ല ഗുണം ഉണ്ട്. സത്യസന്ധൻ, വദാന്യൻ, പിന്നെ സത്യസന്ധൻ, വദാന്യൻ, ബ്രഹ്മണ്യൻ. ഈ 3 നല്ല ഉള്ളവരുടെ അടുത്ത് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. ഭഗവാനായാലും ഇങ്ങനെ 3 ഗുണമുള്ളവരോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. ബ്രഹ്മണ്യൻ പറഞ്ഞാൽ ബ്രാഹ്മണ ഭക്തൻ. പിന്നെ വദാന്യൻ പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ആളാണ്, ദാനവീരൻ. പിന്നെ സത്യസന്ധൻ, സത്യം മാത്രം പറയുന്ന ആളാണ്. ഇപ്പൊ ബലിചക്രവർത്തിയോട് എനിക്ക് യുദ്ധം ചെയ്യാൻ ആവണില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്റെ മകനായിട്ട് ഇന്ദ്രന്റെ അനുജനായിട്ട് ജനിച്ച് ദാനമായിട്ട് ആ ദേവലോകം വാങ്ങി ഇന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഞാൻ നിനക്ക് മകനായിട്ട് ജനിക്കാൻ പോകുന്ന കാര്യം പുറത്ത് ആരോടും പറയണ്ട കേട്ടോ, ഇത് രഹസ്യം. ദേവഗുഹ്യം സുസംവൃതം. ചില ആൾക്കാർ ചോദിക്കും, ചോദിച്ചാൽ പോലും പറയാൻ പാടില്ലേ? ചോദിത്തോ, ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു, ചോദിച്ചാൽ പോലും പറയാൻ പാടില്ലേ? ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഭഗവാൻ പറഞ്ഞയച്ചു.
ഇപ്പോഴാണ് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ട്. കാരണം സ്ത്രീകൾക്ക് സാധാരണ തന്നെ രഹസ്യം പറയാൻ പറ്റില്ലേ, പറയാൻ പാടില്ല, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരാണ്. ഇപ്പൊ അതിഥി ദേവിയോട് ഭഗവാൻ പറഞ്ഞു, ഇത് രഹസ്യം പൃഷ്ടയാപി കഥഞ്ചന, ചോദിച്ചാൽ പോലും പറയരുത്. ഇത് ഭഗവാൻ പറഞ്ഞപ്പോൾ അതിഥി വളരെ വിഷമിച്ച് വരുന്നു. കാരണം എന്താ, തൻ്റെ ഭർത്താവ് അവിടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഒരു പതിവ്രത ഭർത്താവോട് ഏത് കാര്യവും മറയ്ക്കാൻ പാടില്ല, എല്ലാം തുറന്ന് പറയണം. ഭർത്താവ് മാത്രമല്ല, ഗുരുനാഥൻ ആണ്, ഈ പയോവ്രതം ഉപദേശിച്ച ആളാണ്. ഭർത്താവോട് പറയണോ വേണ്ടോ, അത് പറയാതിരിക്കണോ, ഇതാണ് അതിഥിയുടെ വിഷമം. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരാളോട് പറയണ്ടാം. എന്നാ അതിഥി വിഷമിച്ച് വരുമ്പോൾ തന്നെ കശ്യപൻ സ്വയം ചോദിച്ചു, അതിഥി പയോവ്രതം ചെയ്തുവോ, നിന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവോ, ഭഗവാൻ നിന്റെ മകനായിട്ട് ജനിച്ചോളാൻ പറഞ്ഞുവോ, ഈ കാര്യം വേറെ ആളോട് പറയണ്ടാം ഭഗവാൻ പറഞ്ഞുവോ, ഇത് എന്നോട് എങ്ങനെ പറയുന്ന ആലോചിച്ച് വരുന്നുണ്ടോ, ഇങ്ങനെ സ്വയം എല്ലാം അങ്ങോട്ട് സ്വയം തന്നെ കശ്യപൻ ചോദിച്ചു. സവൈ സമാധിയോഗേന കശ്യപസ്തദബുധ്യത, ഭഗവാൻ പറഞ്ഞ ആ കാര്യം മുഴുവൻ സമാധി മൂലം എല്ലാം മനസ്സിലാക്കി ഈ കശ്യപൻ. പിന്നെ അതിഥിദേവി ഗർഭം ധരിച്ചു. ഇതൊക്കെ വിഡംബനമാണ്. ആ ഗർഭത്തിലിരിക്കുന്ന ഭഗവാന് ബ്രഹ്മാവ് സ്തുതി ചെയ്യുന്നു. ജയോരുഗായ ഭഗവന് ഉരുക്രമ നമോസ്തുതേ, അങ്ങനെ സ്തുതി ചെയ്തു പോയ ശേഷം ഒരു നല്ല ദിവസത്തിൽ ഓണം, 2 നക്ഷത്രത്തിന് മാത്രം തിരു പറയാറുണ്ട് തമിഴിൽ. തിരുവോണം, തിരുവാതിരൈ. ഇപ്പൊ കേരളത്തിലൊക്കെ മലയാളത്തിൽ എല്ലാത്തിനും 2-3 നക്ഷത്രം തിരു പറയാം. തൃക്കേട്ടൻ, അതൊക്കെ തിരു പറയാറില്ല. 2 നക്ഷത്രത്തിനുമാണ് പ്രധാനം. തിരുവോണം, തിരുവാതിര. ഇന്ന് നമ്മുടെ മഹാഭാഗ്യമാണ് തിരുവാതിര. ഇന്നാണ് നടരാജസ്വാമി ചിദംബരത്തിൽ കളി നടനം. കളി പറഞ്ഞാൽ സന്തോഷം, സന്തോഷത്തോട് നൃത്തം വയ്ക്കുന്ന. കാരണം നൃത്തം വയ്ക്കുന്നത് കുട്ടികൾ സന്തോഷമുള്ള സമയത്താണ് എല്ലാവരും നൃത്തം വയ്ക്കാറുണ്ട്. അങ്ങനെ കൈലാസത്തിൽ മഹാദേവൻ നൃത്തം വയ്ക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ആ നൃത്തത്തിൻ്റെ ഒരു ശ്ലോകം ഒന്ന് പറഞ്ഞിട്ട് മേലെ കഥയിലേക്ക് പോവാം. ശ്രീ കൈലാസേ പ്രദോഷേ നടതി പുരഹരേ ദേവദൈത്യാദി വന്ദ്യേ പശ്യന്ത്യാം ശൈലപുത്ര്യാം നടനമതിമുദ സ്വർവധൂ സംവൃതായാം ബ്രഹ്മാതാളഞ്ച വേനും കലയതി മഘവാ മദ്ദലം ചക്രപാണി. അവിടെ മഹാദേവന്റെ നൃത്തത്തിന് സ്വയം ഗുരുവായൂരപ്പനാണ് മൃദംഗം വായിക്കുന്നത്, ബ്രഹ്മാ താളം പിടിക്കുന്നുണ്ട്. ഓടക്കുഴൽ വായിക്കുന്നത് ഇന്ദ്രൻ. ബ്രഹ്മാതാളഞ്ച വേനും കലയതി മഘവാ മദ്ദലം ചക്രപാണി ധിത്താം ധിത്താം ധിമിത്താം ധിമി ധിമി ധിമിതാം ധിന്ധിമി ധിന്ധിമീതി. ഇടയ്ക്ക് നന്ദി ഭഗവാൻ മദ്ദലം വായിക്കുന്നുണ്ട്. നന്ദി മദ്ദല വാദ്യഭൃത് വിതനുതേ താം താം തഥിന്താമിതി ബ്രഹ്മാതാളരവം തകൃത്തതകൃത്തത്തകൃത്താമിതി ഗാനേ തുംബുരു നാരദൗ തനനനാതാനാനനാതാനന ശംഭോ നൃത്യതി സ്വർണ്ണ സംസതി സദാ ഝം ഝം ഝനം ഝാമിതി സദഞ്ചിത മുദഞ്ചിത നികുഞ്ചിത പദം ജല ജലച്ചലിത മഞ്ജുകടകം പതഞ്ജലി ദൃഗഞ്ജന മനഞ്ജന മചഞ്ചല പദം ജനനഭഞ്ജനകരം കദംബരുചി മംബര വസം പരമമംബുദ കദംബക വിഡംബക ഗലം ചിദംബുധി മണിംബുധ ഹൃദംബുജരവിം പര ചിദംബര നടം ഹൃദി ഭജ അനന്തനവരത്ന വിലസത്കടക കിങ്കിനി ജലജ്ജല ജലം ജലരവം മുകുന്ദ വിധി ഹസ്തഗത മദ്ദല ലയധ്വനി ധിമിധിമിതി നർത്തനപതം ശകുന്ദരഥ ബർഹരത നന്ദിമുഖ ദന്തിമുഖ ഭൃംഗിരിട്ടി സംഘനികടം സനന്ദ സനക പ്രമുഖ വന്ദിത പദം പര ചിദംബരനടം ഹൃദി ഭജ. അങ്ങനെ ശിവൻ നൃത്തം വയ്ക്കുന്ന ഘട്ടമാണ് ഇന്ന് തിരുവാതിര. അതുകൊണ്ടാണ് സ്ത്രീകളൊക്കെ എനിക്ക് തിരുവാതിരക്കളി കേരളത്തിലൊക്കെ ചെയ്യാറുണ്ട്. അവരൊക്കെ കളിന് ഒരു പ്രത്യേക മധുര പലഹാരം ഇന്ന് തയ്യാർ ചെയ്ത് വീട്ടിലൊക്കെ മധുര പലഹാരം ഉണ്ടാക്കി അതിനെ എല്ലാ കഷ്ണങ്ങളും നറുക്കിയിട്ട് ഒരു കൂട്ടാനൊക്കെ വയ്ക്കാറുണ്ട്. ഇനി എന്ത് കിട്ടിയോ അത് കഴിച്ചാൽ മതി. ഇനി അതിനുവേണ്ടി പ്രത്യേക വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ സപ്താഹത്തിൽ വന്നപ്പോൾ ബാക്കി നിയമങ്ങളൊക്കെ മാറി നിന്നോളും. അതാണ് സപ്താഹത്തിൻ്റെ പ്രാധാന്യം. എന്നാലും അപ്പോൾ ഇന്നാണ് തിരുവാതിര ഭഗവാൻ ആനന്ദ നടനം ചെയ്യുന്ന സമയം. അങ്ങനെ മഹാദേവൻ ആനന്ദ നടനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ നക്ഷത്രം ശിവന്റെ നക്ഷത്രത്തിന് തിരു എന്ന് പറയാറുണ്ട്. അതേപോലെ വാമന ഭഗവാൻ ജനിച്ച നക്ഷത്രമാണ് തിരുവോണം. ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവ അമൃതഭൂരദിത്യാം ചതുർഭുജ സംഘഗദാബ്ജചക്ര പിശങ്കവാസ നളിനായതിക്ഷണ. ഭഗവാൻ ചതുർഭുജ രൂപത്തിൽ ആദ്യം ദർശനം കൊടുത്തു. ഇവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ ആ കൗസ്തുഭമണി കൊണ്ട് പ്രജാപതേഹേ വേശ്മതമസ്വരോചിഷ വിനാശയൻ കണ്ഠനിവിഷ്ട കൗസ്തുഭ. ഉച്ച 12 മണിക്കാണ് ഭഗവാന്റെ അവതാരം. പക്ഷേ ഇവിടെ പറയുന്നു
ഭഗവാന്റെ കൗസ്തവമണി മൂലം അവിടെ ഇരിക്കുന്ന ഇരുട്ടുമൊക്കെ മാറിപ്പോയി. ഉച്ച സമയത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടാവുമോ? പക്ഷേ ഇവിടെ പറയുന്നു ആ ഉച്ച സമയത്തിൽ ഇരുട്ടുമൊക്കെ മാറി. പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരുടെ അജ്ഞാനമാകുന്ന ഇരുട്ടുമൊക്കെ മാറിപ്പോയി ഭഗവാന്റെ ആ കൗസ്തവമണി മൂലം. അങ്ങനെ ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ അദിതി ദേവിയും കശ്യപനും പ്രാർത്ഥിച്ചു, ഇങ്ങനെ വലിയ രൂപം സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് ലാളിക്കാൻ തോന്നുന്നില്ല, ഒരു ചെറിയ ഉണ്ണിയായിട്ട് മാറണേ. അപ്പോൾ 7 വയസ്സ് പ്രായമുള്ള ഉണ്ണിയായിട്ട് മാറി. ത്വം തക്ഷണം പട്ടുത്തമം വട്ടുരൂപമാധാഹ. 7 വയസ്സ് പ്രായമുള്ള ഉണ്ണിയായി മാറിയപ്പോൾ ബ്രാഹ്മണന്മാർക്ക് 7ാമത്തെ വയസ്സിൽ ഉപനയനം സംസ്കാരം ചെയ്യണം. അതിൻ്റെ വേറെ കാര്യങ്ങൾ തുടങ്ങി. ഈ ഉപനയന സമയത്തിൽ പ്രധാനം ഗായത്രി മന്ത്ര ഉപദേശമാണ് വേണ്ടത്. ആ ഗായത്രി മന്ത്ര ഉപദേശം സാക്ഷാത് സൂര്യഭഗവാൻ തന്നെ ചെയ്തു. സാവിത്രീം സവിതാ ബ്രവീത്. പിന്നെ ബൃഹസ്പതി ബ്രഹ്മസൂത്രം ആ യജ്ഞോപവീതം കൊടുത്തു. പിന്നെ കുട്ടികൾ ഒരു ദർഭപ്പുല്ല് കൊണ്ട് ഒരു മേഖല, ഒരു ബെൽറ്റ് പോലെ ഒന്ന് അറക്കട്ടി ധരിക്കാറുണ്ട്. അത് ധരിക്കുമ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ ബാധിക്കാതിരിക്കും. അതിനു വേണ്ടിയാണ്. ലോ പ്രഷർ, ഹൈ പ്രഷർ വരണില്ല. അതിനുവേണ്ടി മേഖല അണിയിച്ചു കശ്യപൻ. ഭൂമിദേവി മാൻതോൽ കൊടുത്തു. ബ്രഹ്മചാരി കുട്ടികൾ മാൻതോൽ കൊണ്ട് ശരീരം ഇങ്ങനെ മറച്ചിരിക്കണം. കൃഷ്ണാജിനം യവണിക്കാം കൃതവാൻ പ്രിയായാഹ. ഇപ്പോൾ അത്ര മാൻതോൽ കിട്ടുന്നില്ല. അപ്പോൾ ചെറിയ മാൻതോൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷേ മുഴുവനും ശരീരം മറയ്ക്കാൻ പാകത്തിൽ ഒരു മാൻതോൽ വേണം. ആ ദദവ് കൃഷ്ണാജിനം ഭൂമിദേവി കൊടുത്തു. ബ്രഹ്മചാരി കുട്ടികൾ കയ്യിൽ ദണ്ഡം കയ്യിൽ വച്ചിരിക്കണം. ആ ദണ്ഡം കയ്യിൽ ഉണ്ടായാൽ മെമ്മറി പവർ കൂടുതലാവും. ആ ദണ്ഡം കൊടുത്തു. ചന്ദ്രൻ ദണ്ഡം സോമോ വനസ്പതി. അമ്മ കൗപീനം അണിയിച്ചു. ഇതൊക്കെ 7 വയസ്സ് പ്രായത്തിൽ പൂണൽ ഇടുന്ന സമയത്തിലാണ് ഈ കൗപീനമൊക്കെ അണിയിക്കാൻ പറ്റും. എപ്പോഴാണ് കല്യാണം നാളെ ആലോചിക്കുമ്പോഴാണ് പൂണലില്ലല്ലോ, ഇപ്പോൾ അടുത്ത തലേ ദിവസം പൂണൽ. ഈ സമയത്തിലൊക്കെ കൗപീനം അണിയിക്കാൻ പറ്റുമോ? അപ്പോൾ 7 വയസ്സ് പ്രായത്തിലാണ് ആ ഉപനയന സംസ്കാരം നടത്തിയാൽ പിന്നെ ആ കുട്ടി നല്ല തേജസ്വിയായി. കാരണം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാമം പ്രവേശിക്കും മുമ്പ് തന്നെ ഗായത്രി പ്രവേശിക്കണം. ആ കാമം ഉണ്ടാവും മുമ്പ് തന്നെ ഗായത്രി മന്ത്രം ഉപദേശം വേണം. ഇപ്പം കൗപീനാച്ഛാദനം മാതാ. അമ്മ കൗപീന അണിയിച്ചു. ആകാശരാജൻ കൊട കൊടുത്തു. ബ്രഹ്മാവ് കമണ്ഡല കൊടുത്തു. സപ്തഋഷീശ്വരന്മാർ ദർഭ കൊടുത്തു. അക്ഷമാല സ്ഫടികമാല കൊടുത്തു സരസ്വതി ദേവി. അല്ലെങ്കിൽ ആ മുതൽ ക്ഷാവര ഉള്ള എഴുത്ത് 54 എഴുത്ത് ഉള്ള മണി ഉള്ള ഒരു മാല കൊടുത്തു എന്ന് വിചാരിക്കാം. ഓരോരാൾ ഓരോ സാധനം കൊടുക്കുമ്പോൾ, പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ പാർവതി പരമേശ്വരന്മാർ വന്നിട്ടുണ്ട്. മഹാദേവനക്ക് കൊടുക്കാൻ ഒന്നും കയ്യിലില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭിക്ഷാപാത്രം വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കിട്ടിയാൽ സ്വീകരിക്കാൻ വേണ്ടി, കൊടുത്താൽ സ്വീകരിക്കാൻ വേണ്ടി ഭിക്ഷാപാത്രത്തോടെ ആളിയെന്ന് മഹാദേവനക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ പാർവതി ദേവിക്ക് കൊടുക്കാൻ ആഗ്രഹം. അത് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പാർവതി ദേവിയുടെ അടുത്ത് പോയി. സാധാരണ ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു? ആദ്യം അഗ്രേ മാതരം ഭിക്ഷേത. ഉപനയനം സ്വീകരിച്ച ശേഷം ആ ബ്രഹ്മചാരി കുട്ടി അമ്മയുടെ അടുത്താണ് ഭിക്ഷ സ്വീകരിക്കണം. ഭവതി ഭിക്ഷാം ദേഹി. അമ്മയുടെ അടുത്ത് സ്വീകരിക്കണം പറയാൻ എന്താ കാരണം? അമ്മയാണ് എപ്പോൾ ചോദിച്ചാലും ഇല്ല എന്ന് പറയാത്ത ആളാണ്. എപ്പോൾ ചോദിച്ചാലും അപ്പോൾ എന്തെങ്കിലും തരും. രാത്രി 12 മണിക്ക് അമ്മയെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, വരൂ പറഞ്ഞ് കൈകാൽ കഴുകി വരൂ പറയാം. വീട്ടിൽ ഒന്നും ഉണ്ടാവണില്ല. പക്ഷേ അത്യാവശ്യം വേഗം ഒരു റവ ഉപ്പുമാ എന്തെങ്കിലും ഉണ്ടാക്കി തരും അമ്മ. ഭാര്യ അങ്ങനെ പറയാറില്ല, പാല് മാത്രം ഉണ്ട്, കുടിച്ച് കിടന്നോളൂ പറഞ്ഞോളൂ. അമ്മയാണ് ആ ഏത് സമയത്തിൽ പോയാലും ഭക്ഷണം തരുന്ന ഒരു സ്വഭാവം. അതുകൊണ്ടാണ് ആദ്യം അമ്മയുടെ അടുത്ത് ഭിക്ഷ സ്വീകരിക്കണം. ഇപ്പോൾ ഭഗവാൻ അമ്മ കാത്തിരിക്കുമ്പോൾ അമ്മയെ ഉപേക്ഷിച്ച് സഹോദരിയുടെ അടുത്താണ് ഭിക്ഷ സ്വീകരിക്കുന്നു. അത് ശാസ്ത്ര വിരോധമില്ല. അഥവാ അണുജാം, അമ്മയില്ലെങ്കിൽ സഹോദരിയോട് ഭിക്ഷ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പാർവതി ദേവിയുടെ അടുത്ത് പോയി ഭിക്ഷ ചോദിച്ചു. പക്ഷേ എന്താണ് ഭിക്ഷ ചോദിച്ചു, എന്താണ് ഭിക്ഷ കൊടുത്തു, അത് അറിയത്തില്ല. കാരണം ഓരോരോ ആൾക്കാർ ഓരോ വിധത്തിലാണ് ഭിക്ഷ ചോദിക്കുന്നു. ഇപ്പം ശങ്കരാചാര്യൻ വന്ന് ചോദിച്ചാൽ നമ്മളെ പോലെ അന്ന ഭിക്ഷ ചോദിക്കാറില്ല. അദ്ദേഹം എന്താ ചോദിക്കുന്നു? ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ. ജ്ഞാനവൈരാഗ്യമാകുന്ന ഭിക്ഷ തരൂ. ഇങ്ങനെയാണ് ആദിശങ്കരൻ ചോദിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ രാധാദേവിയോട് ഭിക്ഷ ചോദിക്കുമ്പോൾ മാധുര്യ രസസു സമ്പൂർണേ പ്രേമഭിക്ഷാം പ്രയച്ഛമേ, എനിക്ക് പ്രേമഭിക്ഷ തരൂ. ഓരോരോ ആൾക്കാർ ഓരോരോ വിധത്തിലാണ് ഭിക്ഷ ചോദിക്കാറുണ്ട്. ഇവിടെ വാമന ഭഗവാനക്ക് ഭിക്ഷ കൊടുത്തു. അങ്ങനെ ഭിക്ഷയും സ്വീകരിച്ച് അദ്ദേഹം ആദ്യം അഗ്നിയെ പൂജിച്ചു.
കാരണം ബ്രഹ്മചാരികൾ സമിത ഇടണം. അങ്ങനെ സമിത അഗ്നിയിൽ ഇട്ടാൽ 16 കുച്ചികളാണ്. ആ 16 വിറക് വെച്ചാൽ 16 ഫലം കിട്ടും. സ്വസ്തി ശ്രദ്ധാം യശപ്രജ്ഞാം. എവിടെ തെരുവിൽ കിടക്കുന്ന ഒരു ചുള്ളി എടുത്ത് വെച്ചാൽ മതി. എന്തൊക്കെ അഗ്നിഭഗവാൻ കൊടുക്കുന്നു. അതുകൊണ്ടാണ് പണ്ടൊക്കെ ബ്രാഹ്മണന്മാർ ആഢ്യന്മാരായിരുന്നു. കാരണം ശ്രിയമിച്ഛേത് ഹുതാസനാത്, പണം ഉണ്ടാവണമെങ്കിൽ അഗ്നിയെ പൂജിക്കണം. ശ്രിയമിച്ഛേത് ശങ്കരാത് ജ്ഞാനമന്വിച്ഛേത് മോക്ഷമിച്ഛേത് ജനാർദ്ദനാത്ത്, ശ്രിയമിച്ഛേത് ഹുതാസനാത്ത്, പണം ഉണ്ടാവണമെങ്കിൽ അഗ്നിയെ പൂജിക്കണം. അങ്ങനെ അഗ്നിയെ പൂജിച്ചിട്ട് ഭഗവാൻ പുറപ്പെട്ടു. വാമന ഭഗവാൻ ബലിചക്രവർത്തിയുടെ യാഗശാലയ്ക്ക് ഭഗവാൻ വരുന്ന ആ രൂപം ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. സൂര്യക്കിലായാത്യുതവാ വിഭാവസുഹു സനത്കുമാരോത ദിദൃക്ഷയാക്രതോ ഇത്തം സശിഷ്യേഷു ഭൃകുഷ്വണേ കഥാ വിതർക്യമാണോ ഭഗവാൻ സവാമനഃ ഛത്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ ബിഭ്രത് ഹയമേധവാട്ടം. കയ്യിലെ കൊടയും പിന്നെ ദണ്ഡവും എടുത്ത് കമണ്ഡലവും എടുത്ത് വാമന ഭഗവാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഭൂമി ഇങ്ങനെ ഭഗവാന്റെ വേറ്റിലല്ലേ ലോകം മുഴുവനും. അപ്പോൾ അത് ഭാരം സഹിക്കാൻ വയ്ക്കാതെ സന്നമയൻ ഓരോരോ കാലടി വയ്ക്കുമ്പോഴും ഭൂമി ഇങ്ങനെ കുണിച്ച് തല കുണിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഭഗവാന്റെ ഈ തേജസ് കണ്ടപ്പോൾ ആദ്യം ഈ ഋഷീശ്വരന്മാർക്ക് നോക്കി. സൂര്യൻ നമ്മുടെ യാഗത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വേറെ ഋഷി പറഞ്ഞു സൂര്യനില്ല, അഗ്നി ഭഗവാനാണ് വരുന്നത്. വേറെ ഋഷി പറയുന്നു സൂര്യനുമില്ല അഗ്നിയില്ല, സാക്ഷാത് സനത്കുമാരനാണ് വരുന്നത്. സനത്കുമാരോത് ഇങ്ങനെ പറയുമ്പോൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു നിങ്ങൾക്ക് പ്രായമായി, നിങ്ങളുടെ കണ്ണ് കേടായി പോയി, വരുന്നത് സനത്കുമാരനില്ലേ. സനത്കുമാരൻ എന്നാൽ 4 പേരായിട്ട് വരും, വേറെ ആളാണ് വരുന്നത്. ഇങ്ങനെ ഋഷീശ്വരന്മാർ തൻ്റെ ശിഷ്യന്മാരോട് തർക്കം ചെയ്യുന്ന സമയത്തിലാണ് അവിടെ വാമന ഭഗവാൻ എത്തിച്ചേർന്നു. ഒരു ആൾ പോലും വാമന ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ലേ. പക്ഷേ ബലിചക്രവർത്തി മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി ചോദിച്ചാൽ ഈ ഋഷീശ്വരന്മാർ സാധാരണക്കാരന്മാരില്ലേ. നാളെ എന്താ നടക്കാൻ പോകുന്നു, ഇന്നലെ എന്താ നടന്നു. ത്രികാലജ്ഞൻ ഋഷീശ്വരന്മാരാണ്. ഭൂതം ഭാവി എല്ലാം പറയുന്ന മഹാത്മാക്കളാണ്. ആ മഹാത്മാക്കൾ പോലും വരുന്ന കുട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ആയാൽ അപ്പോൾ അവർ ബലിചക്രവർത്തി മനസ്സിലാക്കി. ഋഷീശ്വരന്മാർ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയ തത്വമാണ് വരുന്നത് ഭഗവാൻ എന്ന് മനസ്സിലാക്കി. ബലിചക്രവർത്തി ആദ്യം കാല് കഴുകിച്ചു. ആ ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ സ്വീകരിച്ചു. സ്വാഗതന്തേ നമസ്തുഭ്യം. എല്ലാ ഋഷീശ്വരന്മാരുടെ തപസ്സിൻ്റെ ഫലമാണ് നിങ്ങളുടെ രൂപത്തിൽ വന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു ഭാഗവതന്മാർ കയറി വന്നാൽ, ഒരു മഹാത്മാക്കൾ കയറി വന്നാൽ അവരുടെ പിതൃക്കൾക്ക് സന്തോഷമാവും. അദ്യന പിതര നമ്മുടെ പിതൃലോകത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭാഗത്തിൽ വന്നല്ലേ, ഭാഗവത്തിൽ വന്നാൽ ദേവതാ മുണയ സിദ്ധ പിതരോ മണമോ നൃപാഹ. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ കാരണന്മാർ ഉണ്ടല്ലോ പിതൃലോകത്തിൽ, അവർക്ക് ഇനി എല്ലാവർക്കും പാൽപ്പായസം. അപ്പോൾ സാധാരണ പിതൃക്കൾക്ക് കഞ്ഞി മാത്രമേ കിട്ടുള്ളൂ. കഞ്ഞി കുടിക്കുന്ന പിതൃക്കൾ ചോദിക്കും നിങ്ങളുടെ കാരണവന്മാരോട് നിങ്ങൾക്ക് പാൽപ്പായസം കിട്ടാൻ എന്താണ് കാരണം. അപ്പോൾ അവർ പറയും എൻ്റെ പേരക്കുട്ടി തത്വസമീക്ഷാ സത്യത്തിന് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാൽപ്പായസം. നിൻ്റെ പേരക്കുട്ടി അവിടെ വീട്ടിൽ വിഡ്ഢിപ്പെട്ടി നോക്കിയിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഞ്ഞി. അപ്പം നമ്മുടെ പിതൃക്കൾക്കൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. അദ്യനഹ പിതരസ്തൃപ്താഹ അദ്യനഹ പാവിതം കുലം. നമ്മുടെ പിതൃക്കൾക്ക് വളരെ സന്തോഷം മഹാത്മാക്കളെ കാണുമ്പോൾ. അദ്യസ്വിഷ്ടഹൃദയം. നിങ്ങൾക്ക് എന്ത് വേണം ചോദിച്ചോളൂ, ഞാൻ തന്നോളാം. ഭൂമിദാനം വേണോ, ഗോദാനം വേണോ, ഗാം കാഞ്ചനം ഗുണവദ്ധാമൃഷ്ടം. സുവർണദാനം വേണമെങ്കിൽ തരാം. നിങ്ങൾ നല്ല അന്നം ഭക്ഷണം വിളമ്പി തരാം. കാരണം ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം. ബ്രാഹ്മണ ഭോജനപ്രിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരപ്രിയ സൂര്യ, അലങ്കാരപ്രിയോ വിഷ്ണു, അഭിഷേകപ്രിയ ശിവ, ബ്രാഹ്മണ ഭോജനപ്രിയ. അപ്പം നല്ല ഭക്ഷണം വേണോ? അപ്പോൾ വാമന ഭഗവാൻ പറഞ്ഞു വേണ്ടേ വേണ്ട. എന്താ കാരണം? ഒരു വീട്ടിൽ നമ്മൾ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ ചെയ്ത പാപം മുഴുവനും നമ്മൾ കഴിക്കുന്നു. യോഗി യസ്യാന്നമസ്നാതി സഹ തസ്യാസ്തി കിൽബിഷം കിൽബിഷം ഹി മനുഷ്യാണാം അന്നമാശ്രിത്യ തിഷ്ഠതി. അതുകൊണ്ടാണ് പണ്ടൊക്കെ വിളിച്ച് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാറില്ലേ. കാരണം അവർ ചിട്ടയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ, നാമം ജപിക്കുന്ന ഒരാളാണോ. തമിഴ്നാട്ടിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, ബോധേന്ദ്ര സ്വാമികൾ. അദ്ദേഹം നാമം സിദ്ധാന്തം ചെയ്ത മഹാത്മാവാണ്. അദ്ദേഹത്തിന് ആരെങ്കിലും ഭിക്ഷയ്ക്ക് വിളിച്ചാൽ അദ്ദേഹം ആദ്യം പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? ഒരു ദിവസം 108,000 രാമനാമം ജപിച്ചാൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഭിക്ഷയ്ക്ക് വരാം. എങ്ങനെ ജപിക്കണം പറഞ്ഞു തരാണ്. അദ്ദേഹം ആദ്യം ഒരു മാല ഉപദേശം കൊടുക്കും, പിന്നെ അത് ജപിക്കാൻ പറയും. അങ്ങനെ 108,000 നാമം ജപിച്ചവരുടെ വീട്ടിൽ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ
ഇപ്പോൾ ഈ കാലത്ത് കുട്ടികൾക്ക് മനസ്സിലാവണില്ല. നമ്മൾ ഉണ്ടാക്കണല്ലേ ഹോട്ടലിൽ ഉണ്ടാക്കി തരുന്നത്, അത് കഴിച്ചാൽ എന്താണ് കുഴപ്പം ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടിയ സ്ഥലത്തിൽ കിട്ടിയ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവർ ഉണ്ടാക്കുന്നവരുടെ മനസ്ഥിതി എന്താണോ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ പത്രത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ വരുന്ന വാർത്തകൾ. അതൊക്കെ എന്താ, കിട്ടിയത് മുഴുവൻ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ സ്വഭാവമാണ്. നായ പോലെ കഴിച്ചാൽ ഇങ്ങനെ നായബുദ്ധിയേ വരുള്ളൂ. അപ്പോൾ കിട്ടിയ സ്ഥലത്ത് കിട്ടുന്നതൊക്കെ കഴിക്കാൻ പാടില്ല. ആ ചിട്ടയായിട്ട് വേണം ഭക്ഷണം കഴിക്കാം. കൃഷ്ണചൈതന്യ അന്തർധാന ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിഷ്ണുപ്രിയ ദേവി ഓരോരോ അരി എടുക്കുമ്പോഴും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇത് പറഞ്ഞ് ഒരു അരിമണി എടുത്ത് മാറ്റി വയ്ക്കും. വീണ്ടും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, വീണ്ടും അടുത്ത അരിമണി. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ നാമം ജപിച്ച് അതിൽ കിട്ടിയ അരിമണി മാത്രം ചോറ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. കാരണം അത്ര ചിട്ടയായിട്ട് ഭക്ഷണം കഴിച്ചാലേ നല്ല സ്വഭാവം വരുള്ളൂ. അപ്പോൾ ഭക്ഷണം വേണോ ചോദിച്ചപ്പോൾ വാമനഭഗവാൻ വേണ്ടാൻ പറഞ്ഞു. കാരണം ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ അവരുടെ പാപമരണം അവരുടെ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ വയറ്റിൽ വരുന്നത്. അപ്പോൾ ഭക്ഷണം വേണ്ടാൻ പറഞ്ഞു വാമന ഭഗവാൻ. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും വെള്ളം വേണോ ചോദിച്ചു. തഥാ അന്നപേയം കാഫി ചായ എന്തെങ്കിലും വേണോ, അത് വേണ്ട. വിപ്ര കന്യാം, കന്യകാദാനം ചെയ്തോട്ടെ. കാരണം യാഗശാലയിൽ കന്യകാദാനം ചെയ്താൽ വളരെ വിശേഷമാണ്. കന്യകാദാനം ചെയ്തോട്ടെ ചോദിച്ചപ്പോൾ അവിടെ നിരച്ചും ബ്രാഹ്മണ കന്യകമാർ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു, പിന്നിൽ ഇരുന്ന് ആ ബ്രാഹ്മണ കന്യന്മാർക്ക് മുമ്പിൽ വന്നിരുന്നു. എന്നാലും വാമന ഭഗവാനെ കല്യാണം കഴിച്ചാൽ കൊള്ളാൻ വിചാരിച്ച് മുമ്പിൽ വന്നപ്പോൾ വാമന ഭഗവാൻ നോക്കി, ഇപ്പോൾ വേണ്ട കേട്ടോ, കൃഷ്ണാവതാരത്തിൽ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഉതവാ വിപ്ര കന്യാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, തന്നോളാം പറഞ്ഞപ്പോഴാണ് വാമന ഭഗവാൻ ആദ്യം ദാനം ചോദിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ ശ്രീധര സ്വാമികൾ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ധാതുസ്തുതി സ്വയം തുഷ്ടി ഇത്യാദി പ്രസ്തുതോചിതം ഭിക്ഷൂസ്തു ശിക്ഷയന്നാഹവാമണ. ഒരു നല്ല കാര്യത്തിന് പിരിവിനെ പോകുന്നവരൊക്കെ എങ്ങനെ സംസാരിക്കണം അത് ഇവിടെ ഭഗവാൻ കാണിച്ചു തരണം. ഒരു പിരിവിനെ പോകുമ്പോൾ ഒരു സത്ര സമീക്ഷയ്ക്ക് പിരിവിനെ പോകുന്നവർ, സപ്താഹത്തിൻ്റെ കളക്ഷൻ, അങ്ങനെ പിരിവിനെ പോകുന്നവർ പോയ ഉടനെ തന്നെ ആദ്യം സഞ്ചിയെ തുറന്ന് ആ രസീത് ബുക്ക് എടുക്കാൻ പാടില്ല. ആദ്യം അവരുടെ വീട്ടിലിരുന്ന് ഒരു 10 മിനിറ്റ് അവരോട് സംസാരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മുത്തശ്ശൻ, നിങ്ങളുടെ അച്ഛൻ, അവർക്ക് ഏത് നല്ല കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും മിനിമം 1000 രൂപ തരേണ്ടതാണ് നിങ്ങളുടെ വീട്ടിൽ സമ്പ്രദായം. അങ്ങനെ തുടങ്ങണം. ആദ്യം ധാതു സ്തുതിക്ക് 1000 കൊടുക്കണം വിചാരിക്കുന്ന ആളോട് 10,000 കൊടുക്കാൻ പാകത്തിൽ സംസാരിക്കണം. പിരിവിനെ പോകുന്നവരൊക്കെ അത് ഇവിടെ ഭഗവാൻ കാണിച്ചു തരണു. ധാതു സ്തുതിക്ക് കൊടുക്കുന്ന ആൾ 2 സ്തോത്രം ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ ഭാഗ്യമനുസരിച്ച് അവരെ കുറച്ച് കൊടുത്താലും സ്വയം തുഷ്ടി, കിട്ടിയതിൽ സന്തോഷിക്കാം. ഇതൊക്കെ ഭിക്ഷുസ്തി ശിക്ഷയന്നാഹ വാമണ. അങ്ങനെ ഭിക്ഷുക്കൾക്ക് ശിക്ഷ തരുന്നു ഇവിടെ വാമന ഭഗവാൻ. അതുകൊണ്ട് നേരിട്ട് എന്ത് ചെയ്തു, കാരണം എന്തിനു വന്നോ ആ കാര്യം പറഞ്ഞിട്ടില്ലേ. ആദ്യം ബലിചക്രവർത്തിയുടെ മുതുമുത്തശ്ശനായ അവരുടെ പരമ്പരയിൽ നിന്നും തുടങ്ങി. നിങ്ങളുടെ മുതുമുത്തശ്ശനായ കശ്യപൻ വലിയ ആളാണ്. കശ്യപൻ്റെ മകൻ ഹിരണ്യകശിപുവിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ കുട്ടികൾ പോലും അപ്പോൾ തന്നെ കരയുന്നത് നിർത്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അത്ര വലിയ ഫേമസായ ആളാണ് ഹിരണ്യകശിപു വന്നപ്പോൾ മഹാവിഷ്ണു തന്നെ പേടിച്ച് ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലാതെ പിന്നെ അവസാനം ഹിരണ്യകശിപു ഹൃദയത്തിൽ പോയി ഒളിച്ചിരുന്നു. പറയുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു നേരിട്ട് അവിടെ പറയുന്നു, നിന്റെ കാരണവന്മാരായ ഹിരണ്യകശിപുനെ കണ്ടപ്പോൾ മഹാവിഷ്ണു തന്നെ പേടിച്ചു പോയി. പിന്നെ പ്രഹ്ലാദ, നിന്റെ മുത്തശ്ശനായ പ്രഹ്ലാദനോ ഉഭയത്ര സമ്മത, ദേവന്മാർക്ക് വേണ്ടിയ ആളായിരുന്നു, അസുരന്മാർക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. ഒരു നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. രാമൻ വളരെ ചിട്ടിയായിട്ട് ജീവിച്ചിട്ടും ഒരു മണ്ണാണ് രാമനെ കുറ്റം പറഞ്ഞ് നടന്നു. കൃഷ്ണാവതാരത്തിൽ പോലും കൃഷ്ണൻ താമസിച്ച ദ്വാരകയിൽ ഒരു സത്രാജിത്ത് കൃഷ്ണൻ കട്ടെടുത്ത ആളാണ്, എൻ്റെ മണി മോഷ്ടിച്ചു കൊണ്ടുപോയി. രാമകൃഷ്ണന്മാരെ പോലും കുറ്റം പറഞ്ഞ് നടന്ന സ്ഥലമാണ് നമ്മുടെ ദേശം. അപ്പോൾ എന്ത് ചെയ്താലും കുറ്റം പറയാൻ ആൾക്കാർ ഉണ്ടാവും. അങ്ങനെ ഓരോ ആളും കുറ്റം പറയാതെ നല്ല രീതിയിൽ ജീവിച്ച ഒരാൾ പറഞ്ഞാൽ അത് പ്രഹ്ലാദൻ മാത്രം. പ്രഹ്ലാദ ഉഭയത്ര സമ്മത. ആ പ്രഹ്ലാദൻ്റെ മകനാണ് വിരോചനൻ ദേവന്മാർക്ക് ബ്രാഹ്മണ വേഷം കെട്ടി എന്ത് ദാനമേനും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു,
നിന്റെ ജീവിതമാണ് ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതം തന്നെ അർപ്പണം ചെയ്തു. നിന്റെ അച്ഛൻ്റെ ആ സ്വഭാവം നോക്കി, നിങ്ങളുടെ ആ കാരണവന്മാരുടെ ആ സ്വഭാവം നോക്കിയിട്ടാണ് നിന്റെ അടുത്ത് ജാണം വാങ്ങാൻ ഞാൻ വന്നിട്ടുണ്ട്. തസ്മാത് ത്വത്തോ മഹീമീഷത്ത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ബലിച്ചക്രവർത്തി മനസ്സിലാക്കി, നമ്മുടെ കാരണവന്മാരുടെ കഥയൊക്കെ പറയുന്നു ഈ ചെറിയ കുട്ടി. അപ്പോൾ ഈ ചെറിയ കുട്ടിയും ഒരു ദേവനായിരിക്കും. നമ്മുടെ ജീവിതം പ്രാണൻ ചോദിച്ചാൽ പ്രാണദാനം ചെയ്യാൻ തീരുമാനിച്ച് കത്തിയെടുക്കാൻ പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എനിക്ക് പ്രാണൻ ആവശ്യമില്ലേ, ഒരു 3 അടി ഭൂമി ദാനം. 3 അടി പറഞ്ഞപ്പോൾ സ്കെയിൽ കൊണ്ടുവരാൻ പോയി. നീ കൊണ്ടുവരേണ്ട, ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സംമിതാണി പദാമമ. തൻ്റെ ചെറിയ കാലിങ്ങനെ ഉയർത്തി കാണിച്ചു. ചില ആൾക്കാർ പറയാറുണ്ട് ഭഗവാൻ വഞ്ചിച്ചു. ഭഗവാൻ വഞ്ചിച്ചിട്ടില്ല, കാല് കാണിച്ചു കൊടുത്തു. എൻ്റെ കാല് കണ്ടോളൂ, ശംഖ് ചക്രം യവം വജ്രം, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഭഗവാൻ കാല് ഉയർത്തി കാണിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ബലിച്ചക്രവർത്തി അഹങ്കാരം കൊണ്ട് കാലണൊക്കെ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുന്നു. എൻ്റെ ഈ കാല് കൊണ്ട് 3 അടി. കാരണം ബലിച്ചക്രവർത്തി തൻ്റെ കാല് നോക്കി, തൻ്റെ കാല് കൊണ്ട് അളക്കാൻ വേണ്ടി ഭഗവാൻ തീരുമാനിച്ചു, വേണ്ട സമയത്തിൽ വലുതാവണില്ലേ നിൻ്റെ കാല്, അതുകൊണ്ട് എൻ്റെ കാല് കൊണ്ട് കൊടുത്താൽ മതി. സംമിതാണി പദാമമ. ഈ കാല് കാണിച്ചപ്പോൾ ശരി പറഞ്ഞ് ബലിച്ചക്രവർത്തി ദാനം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ കൈയടിച്ചു ശുക്രാചാര്യൻ. ഇവിടെ വരൂ. ബലിച്ചക്രവർത്തി വന്ന ആളെ മനസ്സിലായോ? ഇല്ലേ, ബ്രാഹ്മണൻ ഇല്ലേ വന്ന ആള്. വേഷം കെട്ടി ഇങ്ങനെ പൂണൽ ധരിച്ച് വന്ന ആളാണ് ഇയാൾ, ദേവനാണ്. ബ്രാഹ്മണൻ ഇല്ലിനെ എങ്ങനെ മനസ്സിലാക്കി ശുക്രാചാര്യൻ? മതി പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി. സാധാരണ ബ്രാഹ്മണന്മാർ മതി പറയാറില്ല, എത്ര പ്രാവശ്യം കൊടുത്താലും ഇങ്ങനെ കൈ നീട്ടി വാങ്ങാറുണ്ട്. 1,00,000 രൂപ കൊടുത്താലും അത് സഞ്ചിയിൽ വെച്ച് വണ്ടിക്കുള്ളി ഒരു 1000 രൂപ വേണം. അങ്ങനെ എക്സ്ട്രാ ഒരു 1000 വാങ്ങി പോവാറുണ്ട്. ഇതിൽ നിന്ന് പൈസ എടുക്കുക, ഈ 1,00,000 രൂപയിൽ നിന്ന് എടുത്ത് ചിലവ് ചെയ്യാറില്ല. അങ്ങനെ എത്ര കിട്ടിയാലും പോറാ പറയുന്നവരാണ് ബ്രാഹ്മണരുടെ സ്വഭാവം. ഇപ്പോൾ മതി പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി ശുക്രാചാര്യൻ. രസമായിട്ട് പറയാറുണ്ട്, തമിഴ്നാട്ടിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, വേദാന്ത ദേശികൻ. അദ്ദേഹം ദേഹലീശ സ്തുതി, ഈ ത്രിവിക്രമ പെരുമാളുടെ ക്ഷേത്രം 3 ക്ഷേത്രമുണ്ട്. തിരുവണ്ണാമല അടുത്ത് തിരുക്കോവിലൂർ, പിന്നെ കാഞ്ചീപുരം, അങ്ങനെ 2-3 സ്ഥലത്തിൽ ഈ ത്രിവിക്രമ പെരുമാളുടെ ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ഗംഭീര സ്തുതി ചെയ്യുന്നുണ്ട്. ഭിക്ഷോചിതം പ്രകടയൻ കൃതവാൻ പ്രിയായാഹ പ്രഥമാശ്രമം ത്വം കൃഷ്ണാജിനം യവനികാം കൃതവാൻ പ്രിയായാഹ. ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ സാധാരണ തട്ട് കൊടുത്താറുണ്ട് വിവാഹം കഴിച്ചവർ. അപ്പോൾ ഭഗവാൻ ചെയ്തു തട്ട് കൊടുത്താത്ത സാധാരണ രീതിയിൽ മുണ്ട് മാറ്റി ഇട്ടു. പിന്നെ തമിഴ്നാട്ടിൽ സമ്പ്രദായം വിവാഹം കഴിച്ചവർക്ക് 2 പൂണൽ ഇടാറുണ്ട്. ഇപ്പോൾ ഭഗവാൻ 1 പൂണൽ കഴിച്ച് മാറ്റി വെച്ചു, 1 പൂണൽ മാത്രം എടുത്ത്. ഇങ്ങനെ ബ്രഹ്മചാരി വേഷത്തിൽ പുറപ്പെട്ടപ്പോൾ മഹാലക്ഷ്മി ചോദിച്ചു, എവിടേക്കാണ് പോകുന്നു? ദാനം വാങ്ങാൻ വേണ്ടി. എന്തുകൊണ്ട് ദാനം വാങ്ങാൻ? അവിടെ ബലിച്ചക്രവർത്തി നല്ല ആളാണ്, അയാളുടെ കയ്യിൽ നിന്നും ദാനം വാങ്ങുന്നത് വളരെ വിശേഷമാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പോൾ മഹാലക്ഷ്മി വിചാരിച്ചു, ഇങ്ങനെ ബ്രഹ്മചാരി വേഷം കെട്ടി ഇയാൾ വേറെ കല്യാണം കഴിച്ചു വന്നാലോ? അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു, ഒപ്പം ഞാനും വരാം. ഞാൻ ബ്രഹ്മചാരി വേഷം കെട്ടി ഒരു പെൺകുട്ടിയും കൊണ്ടുപോയാൽ ആൾക്കാർ ചീത്ത പറയും, അതുകൊണ്ട് ഒന്ന് ചെയ്യൂ, എൻ്റെ ഹൃദയത്തിൽ ഇരുന്നോളൂ പറഞ്ഞു. ഭഗവാൻ മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ വെച്ച് തൻ്റെ മാൻതോൽ കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടു. കൃഷ്ണാജിനം യവണികാം കൃതവാൻ പ്രിയായാഹ. മാൻതോൽ കൊണ്ട് മറച്ചിട്ടു. അവിടെ ബലിച്ചക്രവർത്തിയുടെ മുമ്പിൽ എത്തി. ബലിച്ചക്രവർത്തി ദാനം തരാൻ പറഞ്ഞപ്പോൾ ഈ ബലിച്ചക്രവർത്തിയെ നോക്കാൻ വേണ്ടി മഹാലക്ഷ്മി എന്ത് ചെയ്തു? ആ മാൻതോൽ ഒന്ന് മാറ്റി ഇങ്ങനെ നോക്കി ബലിച്ചക്രവർത്തിയെ. അങ്ങനെ ബലിച്ചക്രവർത്തിയെ മഹാലക്ഷ്മി നോക്കുന്ന സമയത്തിൽ ശുക്രാചാര്യൻ നോക്കി. കാര്യം മനസ്സിലായി, വന്ന ആൾ വിവാഹം കഴിച്ച ആളല്ലേ, അപ്പോൾ കൊടുക്കേണ്ട. അപ്പോൾ ബലിച്ചക്രവർത്തി പറഞ്ഞു, ഞാൻ ദാനം ചെയ്യാൻ പറഞ്ഞു പോയില്ലേ, ഇനി എന്ത് ചെയ്യാം? കുഴപ്പമില്ലേ, ചില ദിക്കിൽ നുണ പറഞ്ഞാൽ കുഴപ്പമില്ല. സ്ത്രീഷു നർമ്മ, സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയി നുണ പറഞ്ഞാൽ കുഴപ്പമില്ല. നിന്നെപ്പോലെ സുന്ദരി ഈ ലോകത്തിൽ വേറെ ആളില്ലേ, പറഞ്ഞോളൂ, കുഴപ്പമില്ലേ. സ്ത്രീഷു നർമ്മ, തൻ്റെ സുഹൃത്തുക്കളോട് തമാശ പറയുമ്പോൾ ഒരു നുണ പറഞ്ഞാൽ ദോഷമില്ലേ. വിവാഹേച്ച്, ഒരു വിവാഹം നടത്താൻ വേണ്ടി നുണ പറഞ്ഞാൽ ദോഷമില്ലേ. പ്രാണസങ്കടം വരുമ്പോൾ നുണ പറഞ്ഞാൽ ദോഷമില്ലേ. നിനക്ക് പ്രാണസങ്കടം വരുന്ന സമയമായി, കാരണം കിട്ടിയ പണം 5ആയിട്ട് വിഭജിക്കണം. ഇങ്ങനെയൊക്കെ വലിയ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ശുക്രാചാര്യൻ. ഇത്രയും പറഞ്ഞിട്ടും ഇവിടെ പറയുന്നു ബലിച്ചക്രവർത്തി, നിങ്ങൾ പറയുന്നു ആപത്ത് കാലത്തിൽ നുണ പറയാം. അങ്ങനെ ആപത്ത് കാലത്തിൽ നുണ പറയാമെങ്കിൽ എൻ്റെ മുത്തശ്ശൻ പറയാമായിരുന്നു, പക്ഷേ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലല്ലോ. പ്രാഹ്ലാദിഹി കിതപോയത.
ബലിചക്രവർത്തി മുത്തശ്ശനാണ് പ്രഹ്ലാദൻ. അവിടെ ഹിരണ്യകശിപു പ്രഹ്ലാദനെ പിടിച്ച് ഒരു കയ്യിൽ പിടിച്ച് ആ തൂണിൽ ഭഗവാൻ ഉണ്ടോ ചോദിച്ചപ്പോൾ, അങ്ങനെ ആ ചെറിയ കുട്ടിയല്ലേ പ്രഹ്ലാദൻ, 5 വയസ്സ് പ്രായമുള്ള കുട്ടി, അച്ഛ എണ്ണ തള്ളരുതേ, ആ തൂണിൽ ഭഗവാൻ ഉണ്ടോ അറിഞ്ഞുകൂടാണ് കരയേണ്ട 5 വയസ്സ് പ്രായമുള്ള എൻ്റെ മുത്തശ്ശൻ ധൈര്യമായിട്ട് പറഞ്ഞു ആ തൂണിൽ ഭഗവാൻ ഉണ്ട്. അങ്ങനെ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ടാണ് ഭഗവാൻ അവിടെ തൂണിൽ നിന്നും പുറപ്പെട്ടു വന്നു. അങ്ങനെയുള്ള പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ. ആ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിൽ ശിക്ഷിച്ചാലും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ ദാനം ചെയ്യാൻ പോകുന്നു ധൈര്യമായിട്ട് പറഞ്ഞപ്പോൾ ശുക്രാചാര്യൻ ശപിച്ചു, നിന്റെ ഐശ്വര്യം മുഴുവനും നഷ്ടമാവട്ടെ. ശശാപ. ഇങ്ങനെ ശുക്രാചാര്യൻ ശപിക്കാൻ എന്താണ് കാരണം? അവിടെ വാമനഭഗവാൻ ജപിക്കുന്നുണ്ട്, ശുക്രാചാര്യൻ ശപിക്കണേ, ശുക്രാചാര്യൻ ശപിക്കണേന്ന്. ഭഗവാന്റെ സങ്കല്പപ്രകാരമാണ് ശപിച്ചു. ഇവിടെ ശുക്രാചാര്യൻ ഒരു ആചാര്യൻ്റെ കാര്യമാണ് നിർവഹിച്ചു. ഒരു ആചാര്യൻ്റെ കർത്തവ്യം എന്താണ്? ഭഗവാനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു. വന്നാൾ ബ്രാഹ്മണനില്ലേ ഭഗവാനാണെന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ശിഷ്യനക്ക് ഒരു പരീക്ഷ കൂടെ വച്ചു. എന്താ പരീക്ഷ? ഭഗവാന് പറഞ്ഞു കൊടുത്തു. പിന്നെ ദാനം കൊടുക്കേണ്ടാൻ പറഞ്ഞു. കൊടുക്കേണ്ട പറഞ്ഞപ്പോൾ സാധാരണ ശിഷ്യനെങ്കിൽ ശരി പറഞ്ഞിരിക്കും. ഇവിടെയാണ് ബലിചക്രത്തിലെ ഒരു പരീക്ഷയിൽ ഒരു വെற்றி. ബലിചക്രവർത്തി പറഞ്ഞു ഭഗവാൻ എന്നെ ശിക്ഷിച്ചാലും കുഴപ്പമില്ല, ദാനം ചെയ്തോളാൻ ധൈര്യമായിട്ട് പുറപ്പെട്ടപ്പോഴാണ് ശുക്രാചാര്യനക്ക് പോലും മനസ്സിൽ സന്തോഷമുണ്ടായി. പിന്നെ ധൈര്യമായിട്ട് ബലിചക്രവർത്തി ദാനമന്ത്രങ്ങളൊക്കെ പറഞ്ഞ് വെള്ളം ഒഴിച്ചാലേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. വിന്ധ്യാവളി കയ്യിൽ ഗിണ്ടി കൊണ്ടുവന്നു, വെള്ളം ഒഴിച്ചു. പക്ഷേ വെള്ളം വീഴുന്നില്ല. എന്താ കാരണം? വെള്ളം വീഴുന്ന സ്ഥലത്തിൽ ഗിണ്ടിയിൽ ശുക്രാചാര്യൻ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ പോയി അടച്ചിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്തെങ്കിലും തുളസിപ്പൂ എന്തെങ്കിലും അവിടെ ഗിണ്ടിൻ്റെ ദ്വാരത്തിലുണ്ടാവും, ഞാനൊന്ന് നേരാക്കി തരാൻ പറഞ്ഞ് കയ്യിലുള്ള ദർഭ കൊണ്ടൊന്ന് കുത്തിയപ്പോൾ ശുക്രാചാര്യൻ്റെ കണ്ണ് പൊട്ടി. ശുക്രാചാര്യൻ കണ്ണ് പൊത്തി ഓടി. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ദാനം ചെയ്യാൻ വരുന്ന സമയത്തിൽ നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞ് അങ്ങനെ കൊടുക്കേണ്ട പറയുന്ന ആളുടെ കണ്ണ് പോകും, സൂക്ഷിച്ചോളൂ. കാരണം പറയാം ആരെങ്കിലും നല്ല കാര്യം സത്രത്തിന് എന്തെങ്കിലും ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇത്രയും വേണം, അതൊക്കെ നല്ല നിറച്ച് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കേണ്ട പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ രോഗത്തിന് ഒരു കാരണമായി പോകും. ശുക്രാചാര്യൻ സഞ്ജീവനി വിദ്യ പഠിച്ച ആളാണ്. അദ്ദേഹം വിചാരിച്ചാൽ വേറെ കണ്ണ് വെച്ച് ഓപ്പറേഷൻ നടത്താൻ പറ്റും. പക്ഷേ അദ്ദേഹം വേറെ കണ്ണ് വെച്ച് ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. ആ ഒരു കണ്ണോടെ ഇപ്പോൾ സഞ്ചരിക്കുന്നു. എന്താ കാരണം? എല്ലാവരും മനസ്സിലാക്കട്ടെ, ദാനത്തിന് തടയായിരുന്നാൽ കണ്ണ് പോകും. അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശുക്രാചാര്യൻ വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്താതെ അങ്ങനെ തന്നെ ഒരു കണ്ണോട് സഞ്ചരിക്കുന്നു. ധൈര്യമായിട്ട് ബലിചക്രവർത്തി ദാനം ചെയ്യുന്നത് കണ്ടപ്പോൾ ദേവന്മാർക്ക് കയ്യിൽ പൂ വച്ചിരുന്നു വാമന ഭഗവാന് ഇടാൻ വേണ്ടി. ധൈര്യമായിട്ട് ദാനം ചെയ്യുന്ന ബലിചക്രവർത്തിയെ കണ്ടപ്പോൾ എല്ലാ ദേവന്മാരും ആ പൂ മുഴുവനും ബലിചക്രവർത്തി ശിരസിൽ അഭിഷേകം ചെയ്തു. തഥാ അസുരേന്ദ്രം ദിവി ദേവതാഗണാഃ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ തത്കർമ്മ സർവേപി ഗൃണന്ത ആർജവം പ്രസൂണവർഷൈഃ വവൃഷുർമുദാൻവിതാഃ. തഥാ അസുരേന്ദ്രം ദിവി ദേവതാഗണാഃ. എല്ലാ ദേവന്മാരും പുഷ്പഭക്ഷണം ചെയ്തപ്പോൾ ആ പൂക്കളൊക്കെ ഒന്ന് മൂടി. ബലിചക്രവർത്തിയുടെ ശിരസ് തന്നെ കാണാതായി. ബലിചക്രവർത്തി ആ പൂക്കളൊക്കെ ഒന്ന് മാറ്റി മുമ്പിൽ നോക്കുമ്പോൾ ആ ചെറിയ വാമനഭഗവാനെ കണ്ടില്ലേ? ആ വാമനഭഗവാൻ വളരാൻ തുടങ്ങി. തത് വാമനം രൂപം അവർദ്ധത. അത്ഭുതം. കിട്ട് ഭഗവാൻ വളരാൻ തുടങ്ങി. വലിയ വിശ്വരൂപം സ്വീകരിച്ച് വലത്തേക്കാൾ കൊണ്ട് തൻ ഭൂമി മുഴുവൻ അളന്നെടുത്തു. ഇടത്തേക്കാൾ ഉയർത്തിയപ്പോൾ അത് ബ്രഹ്മലോകം വരെ പോയി. സ്വർഗം വരെ ബലിചക്രവർത്തിയുടെ കയ്യിലുണ്ട്. സ്വർഗ്ഗലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ബ്രഹ്മ ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്, ഒന്ന് എൻ്റെ വീട്ടിലൊന്ന് തിരുവടി വയ്ക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരുവടിയല്ലേ വേണ്ടത്, തിരുവടി കാണിച്ചോളാം. തിരുവടി കാണിച്ചു. ബ്രഹ്മാവ് പാദപൂജ ചെയ്തു. ആ ബ്രഹ്മ പാദപൂജ ചെയ്ത തീർത്ഥമാണ് ഗംഗയായിട്ട് ഒഴുകി ഓടി വരുന്നു. വീണ്ടും ഭഗവാൻ ഇവിടെ വിശ്വരൂപത്തിൽ മഹാത്മാക്കൾ പറയാറുണ്ട്, വിശ്വരൂപം കാണിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വിശ്വരൂപത്തിൽ ഒരു നർമ്മദാ നദീതീരം, അവിടെ ഒരു ബലിചക്രവർത്തി വാമന ഭഗവാനുക്ക് ദാനം ചെയ്യുന്നുണ്ട്. ആ വാമന ഭഗവാൻ വിശ്വരൂപം സ്വീകരിച്ചു. ആ വിശ്വരൂപത്തിൻ്റെ ഉള്ളിൽ ഒരു വാമന ഭഗവാനും ഒരു ബലിചക്രവർത്തിയും. അവിടെ ബലിചക്രവർത്തി ദാനം ചെയ്യുമ്പോൾ ഒരു വാമനൻ ദാനം വാങ്ങി വിശ്വരൂപം എടുക്കുന്നു. ആ വിശ്വരൂപത്തിൽ വേറൊരു വാമനൻ ബലിചക്രവർത്തി. ഇങ്ങനെ അനന്തരൂപം കണ്ടു. പ്രജാപതിൻ ജഗണേ ആത്മമുഖ്യാണ്. ഇത് കണ്ടപ്പോൾ ബലിചക്രവർത്തി കാക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ 2 അടി കൊണ്ട് എല്ലാം അളന്നെടുത്തു. 3ാമത്തെ അടി എവിടെ ചോദിച്ചപ്പോൾ ബലിചക്രവർത്തിയുടെ അഹങ്കാരമൊക്കെ മാറി. കാരണം ബലിചക്രവർത്തി കയ്യിൽ 3 ഗുണമുണ്ട് പറഞ്ഞില്ലേ? 3 ഗുണം ഉണ്ടെങ്കിലും ഒരു ദുർഗുണം ഉണ്ടായിരുന്നു. എന്നെപ്പോലെ സത്യസന്ധൻ ഇല്ല, എന്നെപ്പോലെ ദാനവീരൻ ഇല്ല,
എന്നെപ്പോലെ ഇങ്ങനെ ഒരു അഹങ്കാരം കൊണ്ട് പറയാറുണ്ടല്ലോ, എന്താ അഹങ്കാരം, തല പൊക്കി നടക്കണ്ടല്ലോ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ എന്തായി, അഹങ്കാരമൊക്കെ മാറിയപ്പോൾ സ്വയം തല താഴ്ത്തി എന്നെ മൂന്നാമത് അടിയായി സ്വീകരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. യദ്യുത്തമ ശ്ലോക ഭവാൻ മമേരിതം വചോ വ്യനീകം സുരവർയമന്യത്തെ കരോമ്യൃതം തന്ന ഭവേത് പ്രലംബനം പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം. ബലിചക്രവർത്തിയുടെ അഹങ്കാരമൊക്കെ മാറി ഇപ്പോൾ തല താഴ്ത്തി മൂന്നാമത്തെ അടിയായി എന്നെ സ്വീകരിക്കുന്നേ പറഞ്ഞപ്പോൾ ഭഗവാൻ വീണ്ടും ചെറിയ രൂപം സ്വീകരിച്ച് തൻ്റെ ചെറിയ കാൽ കൊണ്ട് മൂന്നാമത്തെ അടിയായി ബലിയെ സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് എന്താ തോന്നും, ഇവിടെ ഉത്തമ ശ്ലോകാൻ പറയാറുണ്ട്. തമിഴ്നാട്ടിൽ ഭക്തന്മാർ പാടുന്നു, ഓങ്കി ഉളഹളന്ത ഉത്തമൻ പേർപാടി. ഉത്തമനാണ് വാമന ഭഗവാൻ. കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? ഉത്തമൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ചെറിയ കാല് കാണിച്ച് ചെറിയ കാൽ കൊണ്ട് തന്നെ അളന്നെടുക്കണം. കാണിക്കുമ്പോൾ ചെറിയ കാല്, അളന്നെടുക്കുമ്പോൾ വലിയ കാലാക്കി. ഇതൊക്കെ ഉത്തമൻ്റെ ലക്ഷണമല്ലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഭഗവാൻ ഉത്തമൻ പറയാൻ എന്താ കാരണം? ഇവിടെ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നു, ഉത്തമൻ പറഞ്ഞാൽ അടുത്തവരുടെ നന്മയ്ക്ക് വേണ്ടി തനിക്ക് സങ്കടം വന്നാലും കുഴപ്പമില്ല വിചാരിച്ച് തൻ്റെ സങ്കടമൊക്കെ സഹിച്ച് അടുത്തവരുടെ നന്മയ്ക്ക് പുറപ്പെടുന്ന ആളാണ് ഉത്തമൻ. ഞാനും ജീവിക്കണം, അടുത്ത ആളും ജീവിക്കട്ടെ വിചാരിക്കുന്നവർ മധ്യമന്മാർ. തൻ്റെ നന്മയ്ക്ക് വേണ്ടി അടുത്തവർക്ക് സങ്കടം കൊടുക്കുന്ന ആളാണ് അധമന്മാർ. ഇപ്പോൾ ഭഗവാൻ ഉത്തമനായി ആവാൻ കാരണം തൻ്റെ പെരുമ കുറച്ചു, ബലിചക്രത്തിൻ്റെ പെരുമ കാണിച്ചു കൊടുത്തു. ഭഗവാൻക്ക് ദാനം വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, മഹാലക്ഷ്മി ഭർത്താവാണ്. പക്ഷേ ദാനം വാങ്ങുന്ന രീതിയിൽ തൻ്റെ മഹിമ കുറച്ച്, ബലിചക്രവർത്തി പോലെ ദാനം ചെയ്യുന്ന ആൾ ലോകത്തിൽ തന്നെ ഇല്ലേന്ന് ബലിചക്രവർത്തി മഹിമ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തൻ്റെ മഹിമയെ കുറച്ചല്ലേ ഭഗവാൻ. അതുകൊണ്ടാണ് ഇവിടെ ഉത്തമൻ. പിന്നെ മൂന്നടി പറയുമ്പോൾ അത് മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിച്ച് മഹാത്മാക്കളൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പം ചായക്കടയിൽ പോകുന്നു വിചാരിക്കാം. ചായക്കടയിൽ പോയി ചായ എത്ര രൂപ ചോദിച്ചാൽ അവർ പറയും 3 രൂപ പറഞ്ഞു. 3 രൂപ പറഞ്ഞാൽ ചെറിയ 3 രൂപ. ഇത് ഒരു കടയിൽ പോയി നാനോ കാർ വാങ്ങാൻ വേണ്ടി പോയാൽ, ഒരു മാരുതി കാർ വാങ്ങാൻ പോയാൽ കടക്കാരോട് ചോദിച്ചാൽ എത്ര രൂപ ഈ കാറ്, അവർ പറയും 3 രൂപ. അത് ആ 3 രൂപ ഈ ചായയുടെ 3 രൂപയല്ലേ, അവിടെ 3 ലക്ഷം. പിന്നെ ബാംബെയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണം, ഒരു വീട് വാങ്ങണം. ഇവിടെ ബാംബെയിൽ വന്ന് ഈ വീട് എത്രയാ വില, അവർ പറയും 3 രൂപ പറയാം. ആ 3 രൂപ എന്താ, ചായയുടെ 3 രൂപയല്ലേ, കാറിനെ പറഞ്ഞ 3 കോടിയാണ്. ചായക്കടയിൽ 3 രൂപ പറയുമ്പോൾ 3 രൂപ 300 കാസായി. കാറിൻ്റെ കടയിൽ പോയി കാർ വാങ്ങാൻ പുറപ്പെടും, അവർ 3 രൂപ പറയും, അപ്പോൾ 3 ലക്ഷം. ബാംബെയിൽ വീട് വാങ്ങാൻ പോകുമ്പോൾ അവർ 3 രൂപ പറയും, അത് 3 കോടി. ഇപ്പോൾ ഇവിടെ ഭഗവാൻ ബലിചക്രവർത്തിയുടെ അടുത്ത് 3 അടി വേണം പറഞ്ഞാൽ ബലിചക്രവർത്തിയുടെ സ്റ്റേറ്റസിന് 3 ലോകമാണ് കണക്ക്. അത് തെറ്റിദ്ധരിച്ച് ബലിചക്രവർത്തി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം ഭഗവാന്റെയും ഈ ബലിചക്രവർത്തി സ്റ്റേറ്റസ് നോക്കുമ്പോൾ 3 രൂപ പറഞ്ഞാൽ സാധാരണ 3 രൂപയല്ലേ, 3 ലോകവും തന്നെയാണ് അവിടെ മനസ്സിലാക്കണം. അങ്ങനെ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാലും ബലിചക്രത്തിൻ്റെ അഹങ്കാരം മാറിയപ്പോൾ എല്ലാവരും സ്തുതിച്ചു. ഇവിടെ ഗുരുനാഥൻ പറയാറുണ്ട്, ബലിചക്രവർത്തിയോട് പറഞ്ഞു, ഭഗവാൻ നിനക്ക് നല്ല ലോകം തരാം, സുതല ലോകം, അവിടെ പോയി സുഖമായിട്ട് താമസിച്ചോളൂ. ബലിചക്രവർത്തി പറഞ്ഞു, എനിക്ക് വേണം, ഈ ചരണത്തിൻ്റെ നിഴലിൽ ഇരുന്നോളാം. പിന്നെ ഭഗവാൻ പറഞ്ഞു, അടുത്ത മന്വന്തരത്തിൽ നിന്നെ ഞാൻ ഇന്ദ്രനാക്കി മാറ്റി തരാം, ഇന്ദ്രപദവി തരാം. അപ്പോഴും ബലിചക്രവർത്തി കാലെടുക്കാൻ സമ്മതിക്കുന്നില്ല. കാല് പിടിച്ച് എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി, നിൻ്റെ കാലിൻ്റെ നിഴലിൽ ഇരുന്നാൽ മതി, കാലെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു നോക്കി, എനിക്ക് അത് തരാം ഇത് തരാം. ബലിചക്രവർത്തി പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ഈ തിരുവടി നിഴൽ മതി. പിന്നെ അവസാനം ഭഗവാൻ പറഞ്ഞു, സുതലലോകത്തിൽ നിന്റെ മുത്തശ്ശനോട് അവിടെ ഇത് നാമം ജപിച്ചിരുന്നോളും, നിന്റെ വീട്ടിൽ കാവൽക്കാരനായിട്ട് ഞാൻ അവിടെ തന്നെ വന്നോളാം. അപ്പോൾ ശരി പറഞ്ഞു. ബലിചക്രവർത്തി കാലെടുക്കാൻ സമ്മതിച്ചു. കാരണം അങ്ങനെ എപ്പോഴും ഭഗവാനെ നോക്കിയിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ശരി പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചില ആൾക്കാർ പറയും, ഭഗവാൻ ദാനം വാങ്ങുന്ന രീതിയിൽ എല്ലാം സ്വീകരിച്ച് വഞ്ചിച്ചു. ഭഗവാൻ വഞ്ചിച്ചിട്ടില്ല, വഞ്ചിക്കപ്പെട്ടു ഭഗവാൻ. എന്താ, സ്വതന്ത്രനായ ഭഗവാൻ ഇപ്പോൾ എന്താ ഈ കാവൽക്കാരനായി മാറി നിൽക്കുന്നു. അതിഥി ദേവിക്ക് ആണ് സങ്കടം. എൻ്റെ കുട്ടി, ചെറിയ കുട്ടി, ആ കുട്ടി ഒന്നും അറിയാത്ത കുട്ടിയാണ്, ദാനം വാങ്ങാൻ പോകുന്നു പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു, തന്നെ ദാനം കൊടുത്തു വന്നു. ഇപ്പോൾ ഗുരുനാഥൻ പറയാറുണ്ട് തമിഴിൽ, ഭഗവാൻ കുറച്ച് മണ്ണ് വാങ്ങി തന്നെ കൊടുത്ത ഭഗവാനാണ് ഭഗവാൻ. കുറച്ച് മണ്ണ് കൊടുക്കുന്ന വ്യാജത്തിൽ മണ്ണ് കൊടുത്തു, പക്ഷേ അതിന് പകരം തൻ്റെ ശരീരം തന്നെ അവിടെ അടകു വച്ചു ഭഗവാൻ.
ഇപ്പോഴും ബലിചക്രവർത്തി കൊട്ടാരത്തിൽ ഭഗവാൻ കാവൽക്കാരനായിട്ട് നിൽക്കുന്നു. ഈ കഥ വേദത്തിൽ പറഞ്ഞ ചരിത്രമാണ്. വേദത്തിൽ പറഞ്ഞ ചരിത്രം ഇടയ്ക്കിടയ്ക്ക് വേദത്തിൽ നമുക്ക് പറയാം. ഇതം വിഷ്ണു വിചക്രമേ ത്രേധാണിതധേ പദം സമൂഢമസ്യ ഭാഗം സുരേ. ഭഗവാൻ ഇതം വിഷ്ണു വിചക്രമേ ത്രേധാണിതധേ പദം 3 പ്രാവശ്യം ഭഗവാൻ അളന്നെടുത്തു. അതേപോലെ ശാന്തി പാഠത്തിൽ ആദ്യം പറയുന്ന മന്ത്രമാണ് ഷണ്ണോ വിഷ്ണുരുക്രമ. ഉരുക്രമൻ എന്ന് പറഞ്ഞാൽ ത്രിവിക്രമൻ. ആ ത്രിവിക്രമ ഭഗവാൻ നമുക്ക് നന്മ തരട്ടെ. ശാന്തി പാഠത്തിലും ത്രിവിക്രമൻ്റെ മഹിമ പറയാറുണ്ട്. പിന്നെ വേദത്തിൽ വേറൊരു ദിക്കിൽ പറയുമ്പോൾ ഉരുക്ഷിതികും സുജനിമാചകാര. ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും നല്ല അവതാരമാണ് വാമന അവതാരം. വാമനം പറഞ്ഞാൽ എന്താ അർത്ഥം? 2-3 അർത്ഥം ഇവിടെ പറയാറുണ്ട്. വാമനൻ പറഞ്ഞാൽ സുന്ദരൻ ഒരർത്ഥം. പിന്നെ വാമനൻ പറഞ്ഞാൽ ദുഷ്ടാനാം മതം വമയതീതി വാമന. അങ്ങനെയാണ് ശ്രീധരസ്വാമികളുടെ വ്യാഖ്യാനം. ദുഷ്ടന്മാരുടെ മതം വാമിട്ട് ചെയ്യിപ്പിക്കുന്നവൻ, ദുഷ്ടന്മാരുടെ മതം ഒക്കെ ചെയ്യുന്നവൻ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് വാമനൻ. പിന്നെ വാമാൻ നയതീതി വാമന. വാമൻ പറഞ്ഞാൽ സുന്ദരമായ സ്വഭാവമുള്ളവൻ, നല്ല ആൾക്കാരൊക്കെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. വാമാൻ നയതീതി വാമന. പല അർത്ഥം മഹാത്മാക്കൾ പറയാറുണ്ട്. അയാളും ഇവിടെ വന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രമാണ്. കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫങ്ഷനല്ലേ ഓണം. ആ കേരളത്തിലെ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരമായ വാമനാവതാരം പറയാനുള്ള ഒരു ഭാഗ്യം ഇവിടെ വലിയ ചർച്ച നമുക്ക് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ പറയുന്നു പരശുരാമനാണ് കേരളം വീണ്ടെടുത്തു, ഈ കേരളത്തിലേക്ക് വാമനൻ വരാൻ എന്താ കാരണം, ബലിചക്രവർത്തി കേരളത്തിലേക്ക് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വലിയ ചർച്ച നടത്തുന്നുണ്ട്. അത് എനിക്ക് തോന്നിയത് ഞാൻ പറയാം. കേരളം പണ്ടേ ഉണ്ടായിരുന്നു. പണ്ടേ ഉണ്ടായ കേരളം സുനാമിയിൽ മുങ്ങിപ്പോയി. സുനാമിയിൽ മുങ്ങിയപ്പോൾ താമസിക്കാൻ സ്ഥലമില്ലാതായി. കാരണം കശ്യപനക്ക് ദാനം മുഴുവനും കൊടുത്തു കഴിഞ്ഞു, ഈ ഭൂമി മുഴുവനും. അപ്പോൾ സ്ഥലമില്ലാതെ ബ്രാഹ്മണന്മാർ പരശുരാമനോട് ചോദിച്ചപ്പോൾ സിന്ധും ശ്രുവക്ഷേപണാത് ഉദ്ധൃത കേരള. കേരളത്തെ ഉദ്ധരിച്ചു പറയാൻ എന്താ കാരണം? പണ്ടേ ഉണ്ടായിരുന്നു കേരളം. ഹോമം ചെയ്യുന്ന ആ ശ്രുവം തവി ഒന്ന് വീശി പരശുരാമൻ വീശിയപ്പോൾ ആ തവി വീഴുന്ന സ്ഥലം വരെ, ആ ശ്രുവം വീഴുന്ന സ്ഥലം വരെ സമുദ്രം മാറി നിന്നു. അപ്പം സമുദ്രത്തിൽ നിന്നും വീണ്ടും കേരളം സ്വീകരിച്ചു, വാമന കൊടുത്തു. അതുകൊണ്ടാണ് ബലിചക്രവർത്തി ഇങ്ങോട്ട് വരാൻ, കേരളത്തിലേക്ക് വരാൻ കാരണം ദാനം കൊടുത്ത സ്ഥലത്തിൽ വരാൻ പാടില്ലേ. ദാനം പണ്ട് എല്ലാം കൊടുത്തല്ലേ ഭൂമി മുഴുവനും. ഇത് വീണ്ടും എടുത്ത സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ വന്നാൽ കുഴപ്പമില്ല വിചാരിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഇവിടെ കേരളീയർ വാമന ഭഗവാനെയും ബലിചക്രവർത്തിയും പൂജിക്കുന്നുണ്ട്. പക്ഷേ ആ പൂജിക്കുന്ന വിധം ഒന്ന് തെറ്റായിപ്പോയി. ഇപ്പോൾ എന്താ, ഒരു ബലിചക്രവർത്തിയെ ഒരു തെണ്ടി നടക്കുന്ന ഒരു പിച്ചക്കാരനാക്കി ഒരു കൂമ്പ വച്ച് ഒരു വയറ് വീർത്ത ഒരാളിങ്ങനെ ഓരോ കടയിൽ ഇങ്ങനെ പിച്ചക്കാരനായിട്ട് മാറ്റാം. വലിയ ഭക്തനാണ് ബലിചക്രവർത്തി, വലിയ രാജാവാണ്, ത്രിലോകാധിപതിയാണ്. ത്രിലോകാധിപതിയായ ഈ ബലിചക്രവർത്തിയെ ഒരു വേഷം കട്ടിച്ച് അത് സായബ് കാലത്തിൽ അവർ രാജ്യഭരണത്തിൽ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയായി പോയി. അവർ പണ്ട് കുട്ടികൾക്ക് ഭാഗം വായിച്ചിട്ടില്ലല്ലോ. കുട്ടികളോട് ടീച്ചർ സ്കൂളിൽ പാഠം പഠിപ്പിക്കുമ്പോൾ ചോദിക്കും, കുട്ടികളെ നാളെ തിരുവോണം, ഓണത്തിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമോ? ടീച്ചർമാർ ചോദിക്കും, ഇല്ല, ഞങ്ങൾ പറഞ്ഞു തരാം. പണ്ട് ബലിചക്രവർത്തി രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഭഗവാൻ ചവിട്ടി താഴ്ത്തി, ഇങ്ങനെയൊക്കെ കഥ ഇങ്ങനെ ടീച്ചർമാരൊക്കെ മാറ്റി മറച്ച് പറഞ്ഞു കൊടുത്തു സാഹിബ് കാലത്തിൽ. അത് ഇങ്ങനെ എല്ലാവരും അതേതിനെ പറഞ്ഞ് നടക്കുന്നു. ഒരാളും ശരിക്കും ഭാഗവതം വായിച്ചിട്ടില്ല. ഭാഗവതം വായിച്ചാൽ ആ വാമന ഭഗവാന്റെ ആ കാരുണ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ആ വാമന ഭഗവാന്റെ തിരുവടി നമ്മുടെ ശിരസിലും വന്നിട്ടുണ്ട്. അതിന് ഉറപ്പായിട്ട് ഗുരുനാഥൻ പറയാറുണ്ട്. കാരണം 3 ലോകം അളന്നെടുത്തല്ലേ, അവിടെ ഭൂലോകം അളന്നെടുത്തല്ലേ. അപ്പോൾ പണ്ട് നമ്മൾ ഉണ്ടാവാം. അപ്പോൾ ഭഗവാന്റെ തിരുവടി നമ്മുടെ ശിരസിൽ വന്നിട്ടുണ്ട്. അതിനെന്താ തെളിവ് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, വാമനാവതാരം കേൾക്കാണ്ട് വന്നല്ലേ, ഇത് തന്നെയാണ് തെളിവ്. ഭഗവാന്റെ തിരുപ്പാദം നമ്മുടെ ശിരസിൽ വന്നതിൻ്റെ ഒരു മഹിമ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഭഗവാൻ പാദം വെച്ച സ്ഥലത്തിൽ ഈ ഭാഗവതം കേട്ട് നടക്കുന്നു. എപ്പോഴും ആ ഭഗവാന്റെ തിരുവടി നമ്മുടെ ശിരസിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരു കീർത്തനം പാടി നിർത്താം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ബോലോ നാരായണ ജയ ജയ വിഠല ബോലോ നാരായണ
जय जय बोलो नारायण जय जय विठ्ठला बोलो नारायण जय जय विठ्ठल लक्ष्मी नारायण रंग रंग विठ्ठला लक्ष्मी नारायण बोलो नारायण जय जय विठ्ठला जय जय विठ्ठल लक्ष्मी नारायण रंग रंग विठ्ठला लक्ष्मी नारायण रंग रंग गोविंद विठ्ठला गोपाल विठ्ठला गोविंद विठ्ठला गोविंद विठ्ठला गोपाल विठ्ठला गोविंद गोपाल विठ्ठला श्रीरंग विठ्ठला पांडुरंग विठ्ठला श्रीरंग विठ्ठला पांडुरंग श्रीरंग विठ्ठला पांडुरंग विठ्ठला श्रीरंग विठ्ठला बोलो नारायण जय जय विठ्ठला बोलो नारायण जय जय विठ्ठला जय जय विठ्ठला जय 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 विठ्ठला जय जय विठ्ठल जय 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 विठ्ठला जय 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 विठ्ठल जय 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 विठ्ठला जय 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 विठ्ठल जय 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 विठ्ठला जय 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 विठ्ठल बोलो नारायण जय जय विठ्ठला बोलो नारायण जय जय विठ्ठला सर्वत्र गोविंद नाम संकीर्तनम गोविंद गो जय बोल सद्गुरु महाराज की जय जय बोलो वामन भगवान की जय जय बोलो बलि चक्रवर्ती महाराज की जय।